ചാനലിൻ്റെ ഐക്കണിൽ തൊട്ട് പ്ലേലിസ്റ്റ് സെലക്ട് ചെയ്താൽ ചാനലിൽ ഇതുവരെ പറഞ്ഞിട്ടുള്ള എല്ലാ ഓഡിയോ ബുക്സും കൂട്ടുകാരെ കാത്തിരിക്കുന്നു. എല്ലാ കൂട്ടുകാർക്കും കോഫി ടൈം ഓഡിയോ ബുക്കിലേക്ക് സ്വാഗതം. ഇന്ന് കൂട്ടുകാർക്ക് വേണ്ടി അവതരിപ്പിക്കുന്നത് വിശ്വസാഹിത്യ നോവലുകളിൽ നിന്ന് ഫ്രഞ്ച് സാഹിത്യകാരനായ ജൂൾസ് വെർണിൻ്റെ എറൗണ്ട് ദ വേൾഡ് ഇൻ 80 ഡേയ്സ് അഥവാ 80 നാൾ കൊണ്ട് ഭൂമിക്ക് ചുറ്റും എന്ന സസ്പെൻസ് ത്രില്ലർ നോവലിൻ്റെ 4ാം ഭാഗം. ഹേയ് പാസ്പ്രാറ്റു, നീ ഇവിടെ? അതെ സർ, ഞാൻ തന്നെ. കൊള്ളാം, എന്നാൽ ഉടനെ നമുക്ക് കപ്പലിലേക്ക് പോകാം. ഫോഗും ആവതയും പാസ്പ്രാറ്റുവും ഓഡിറ്റോറിയത്തിന് പുറത്തെത്തിയപ്പോൾ മിസ്റ്റർ ബാറ്റുൾക്കർ അടക്കാനാകാത്ത ദേഷ്യത്തോടെ അവരെ കാത്ത് അവിടെ നിൽപ്പുണ്ടായിരുന്നു. പിരമിഡ് തകർന്നുണ്ടായ നഷ്ടം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട ബാറ്റുൾക്കറിന്റെ കയ്യിലേക്ക് ഒരു കൈ നിറയെ ബാങ്ക് നോട്ടുകൾ ഫോഗ് വെച്ചുകൊടുത്തു. അയാൾ അതോടെ അടങ്ങി. 6:30 അതായത് കപ്പൽ പുറപ്പെടുന്ന ഏതാണ്ട് കൃത്യസമയത്ത് മിസ്റ്റർ ഫോഗും ആവതയും ചിറകുകളും 6 അടി നീളമുള്ള മൂക്കും വെച്ചുകൊണ്ട് പാസ്പ്രാറ്റുവും അമേരിക്കൻ കപ്പലിൽ കാലെടുത്തു വെച്ചു. പൈലറ്റ് ബോട്ട് ഷാങ്ഹായിലെത്തിയപ്പോൾ നടന്നത് ഇതായിരുന്നു. ടാങ്കേദരയിൽ നിന്ന് വിട്ട സിഗ്നലുകൾ യോക്കോഹാമ കപ്പലിലെ ക്യാപ്റ്റൻ കണ്ടു. ബോട്ട് ലക്ഷ്യമാക്കി അദ്ദേഹം കപ്പൽ തിരിച്ചുവിട്ടു. ജോൺ ബസ്കിക്ക് പറഞ്ഞുറപ്പിച്ച ദിവസക്കൂലിക്ക് പുറമെ 550 പൗണ്ട് കൂടി നൽകിയ ഫീലിയസ് ഫോഗ് ആവതയോടൊപ്പം കപ്പലിലേക്ക് കയറി. നാഗസാക്കിയിലേക്കും യോക്കോഹാമയിലേക്കുമുള്ള കപ്പൽ യാത്ര തുടരുകയും ചെയ്തു. നവംബർ 14 രാവിലെ അവർ ലക്ഷ്യസ്ഥാനത്തെത്തി. സമയമൊട്ടും കളയാതെ ഫോഗും ആവതയും നങ്കൂരമിട്ടിരിക്കുന്ന കർണാറ്റിക്കിലെത്തി അന്വേഷിച്ചപ്പോൾ ഫ്രഞ്ചുകാരനായ പാസ്പ്രാറ്റു തലേന്ന് കപ്പലിൽ അവിടെ എത്തിയതായി വാർത്തയറിഞ്ഞു. ആവതയ്ക്ക് സന്തോഷമടക്കാനായില്ല. സാൻ ഫ്രാൻസിസ്കോയുള്ള കപ്പൽ അന്ന് തന്നെ വൈകുന്നേരം പുറപ്പെടുമെന്ന അറിയിപ്പും കിട്ടി. പാസ്പ്രാറ്റുവിനെ ഉടൻ കണ്ടെത്തുകയും വേണം. ഫ്രഞ്ച് ഇംഗ്ലീഷ് കോൺസുലേറ്റുകളിൽ അറിയിച്ചെങ്കിലും ഗുണമൊന്നും ഉണ്ടായില്ല. തുടർന്ന് പാസ്പ്രാറ്റുവിനെ തേടി അവർ കുറേ നേരം തെരുവുകളിലൂടെ അലഞ്ഞു നടന്നു. അവസാനം വിധി അവരെ മിസ്റ്റർ ബാറ്റുൾക്കറുടെ തിയേറ്ററിൻ്റെ ഉള്ളിലെത്തിച്ചു. കോമാളി വേഷത്തിൽ പാസ്പ്രാറ്റുവിനെ അവർക്ക് തിരിച്ചറിയാനായില്ല. പക്ഷേ പാസ്പ്രാറ്റു തൻ്റെ യജമാനെ ഗാലറിയിൽ കണ്ടു. അയാൾക്ക് നിയന്ത്രിക്കാനായില്ല. അയാൾ അനങ്ങിയതും മൂക്കിൻ്റെ സ്ഥാനം മാറി പിരമിഡ് നിലം പൊത്തുകയാണുണ്ടായത്. ആവതയാണ് ഈ കഥ മുഴുവൻ പാസ്പ്രാറ്റുവിനോട് പറഞ്ഞത്. ടാങ്കേദരയിൽ ഹോങ്കോങ് മുതൽ ഷാങ്ഹായ് വരെ മിസ്റ്റർ ഫിക്സിനോടൊപ്പം യാത്ര ചെയ്തപ്പോഴുണ്ടായ അനുഭവങ്ങളും ആവത അയാളോട് പറഞ്ഞു. ഫിക്സിൻ്റെ പേര് കേട്ട മാത്രയിൽ തൻ്റെ മുഖഭാവം മാറ്റാതിരിക്കാൻ പാസ്പ്രാറ്റു ആവത് ശ്രമിച്ചു. ഡിക്റ്റേറ്റീവിനോടൊത്തുള്ള തൻ്റെ അനുഭവങ്ങൾ മിസ്റ്റർ ഫോഗിനോട് പറയാൻ സമയമായിട്ടില്ലെന്നായിരുന്നു അയാളുടെ പക്ഷം. അയാൾക്ക് ഹോങ്കോങ്ങിലുണ്ടായ അനുഭവങ്ങൾ പ്രധാനമായും തൻ്റെ കുറ്റം കൊണ്ടെന്നോർത്ത് സമാധാനിക്കാനേ കഴിഞ്ഞുള്ളൂ. പാസ്പ്രാറ്റു പറഞ്ഞതൊക്കെ നിസ്സംഗതയോടെ ഫോഗ് കേട്ടിരുന്നതേ ഉള്ളൂ. പുതിയ വസ്ത്രങ്ങൾ വാങ്ങാൻ ഫോഗ് അയാൾക്ക് കുറേ പണം നൽകി. 1 മണിക്കൂറിനകം മൂക്ക് ചെത്തിക്കളഞ്ഞ് ചിറകുകളും പഴയ വസ്ത്രങ്ങളുമൊക്കെ ഉപേക്ഷിച്ച് പുതിയ വസ്ത്രങ്ങളും ധരിച്ച് പാസ്പ്രാറ്റു പ്രത്യക്ഷപ്പെട്ടു. യോക്കോഹാമയിൽ നിന്ന് സാൻ ഫ്രാൻസിസ്കോയിലേക്ക് പോകുന്ന പസഫിക് മെയിൽ സ്റ്റീംഷിപ്പ് കമ്പനിയുടെ വകയായിരുന്നു. ആ കപ്പലിൻ്റെ പേര് ജനറൽ ഗ്രാൻഡ് എന്നായിരുന്നു. 2500 ടൺ കേവ് ഭാരമുള്ള ആ വലിയ കപ്പൽ വേഗമേറിയതും എല്ലാവിധ സജ്ജീകരണങ്ങളും ഉള്ളതുമായിരുന്നു. 3 പായ്മരങ്ങളും വലിയ പായകളുമുള്ള ജനറൽ ഗ്രാൻഡ് മണിക്കൂറിൽ 12 മൈൽ വേഗതയിൽ പസഫിക് 21 ദിവസം കൊണ്ട് തരണം ചെയ്യാൻ കഴിവുള്ളതാണ്. സാൻ ഫ്രാൻസിസ്കോയിൽ ഡിസംബർ 2-നും ന്യൂയോർക്കിൽ 11-ഓടുകൂടിയും ലണ്ടനിൽ 20-ാം തീയതിയും എത്തിച്ചേരാൻ കഴിയുമെന്നാണ് ഫോഗ് പ്രതീക്ഷിച്ചത്.
ഇംഗ്ലീഷുകാരും അമേരിക്കക്കാരുമായി കപ്പലിൽ നിറയെ യാത്രക്കാരുണ്ടായിരുന്നു. കാലിഫോർണിയയിലേക്ക് പോകുന്ന കൂലിത്തൊഴിലാളികളും ഒഴിവുകാലത്ത് ലോകം ചുറ്റാനിറങ്ങിയ ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഓഫീസർമാരും അക്കൂട്ടത്തിലുണ്ട്. ഫോഗ് പതിവ് പോലെ ശാന്തനും മിതഭാഷിയുമായിരുന്നു. കേവലമായ നന്ദിക്കപ്പുറം എന്തോ ഒന്ന് ആവതയെ കൂടുതൽ കൂടുതൽ ഫോഗിനോട് അടുപ്പിച്ചുകൊണ്ടിരുന്നു. അദ്ദേഹത്തിൻ്റെ നിശബ്ദമെങ്കിലും കരുണാർദ്രമായ ഹൃദയം അവൾ വിചാരിച്ചതിനുമപ്പുറം ആവതയെ അദ്ദേഹത്തോട് അടുപ്പിച്ചു. അദ്ദേഹത്തിൻ്റെ പദ്ധതികളിൽ ആവത കൂടുതൽ തൽപരയാവുകയും അദ്ദേഹത്തിൻ്റെ യാത്രയ്ക്ക് തടസ്സമുണ്ടാക്കുന്നതെന്തും അവളെ അക്ഷമയാക്കുകയും ചെയ്തു. ആവത മിക്കപ്പോഴും പാസ്പ്രാറ്റുവുമായി സംസാരിക്കാറുണ്ട്. പാസ്പ്രാറ്റുവിന് ആവതയുടെ മനസ്സ് വായിക്കാൻ കഴിഞ്ഞു. വിശ്വസ്തനായ ഭൃത്യൻ ഫോഗിൻ്റെ മഹാമനസ്കതയെയും സത്യസന്ധതയെയും അർപ്പണബോധത്തെയും പ്രശംസിക്കാൻ ലഭിച്ച ഒരവസരവും പാഴാക്കിയില്ല. യാത്രയുടെ വിജയകരമായ പരിസമാപ്തിയെക്കുറിച്ച് ആവതയ്ക്കുണ്ടായിരുന്ന സംശയങ്ങളും ഉത്കണ്ഠകളും ദൂരീകരിക്കാൻ അയാൾ എപ്പോഴും ശ്രമിച്ചു. യാത്രയുടെ ഏറ്റവും ദുർഘടമായ ഭാഗം കഴിഞ്ഞുവെന്നും ഇനി കൂടുതൽ സംസ്കാര സമ്പന്നരായ ജനങ്ങളുള്ള സ്ഥലങ്ങളിലൂടെയാണ് അവർക്ക് സഞ്ചരിക്കാനുള്ളതെന്ന് പറഞ്ഞ് അയാൾ ആവതയെ ആശ്വസിപ്പിച്ചു. സാൻ ഫ്രാൻസിസ്കോയിൽ നിന്നൊരു ട്രെയിൻ യാത്രയും ന്യൂയോർക്കിൽ നിന്ന് ലിവർപൂൾ വരെ ഒരു ട്രാൻസ് അറ്റ്ലാന്റിക് കപ്പൽ യാത്രയും കഴിഞ്ഞാൽ പറഞ്ഞ സമയത്തിനുള്ളിൽ തന്നെ അവർ ലണ്ടനിലെത്തുകയായി. കപ്പൽ യാത്രയുടെ 50-ാം ദിവസം ഫീലിയസ് ഫോഗ് ഭൂഗോളത്തിൻ്റെ പകുതി ഭാഗം കൃത്യമായി പിന്നിട്ടു. നവംബർ 23-ന് ജനറൽ ഗ്രാന്റ് 180-ാം രേഖാംശം കടന്നു. പറഞ്ഞുറപ്പിച്ച 80 ദിവസത്തിൽ 52 കടന്നുപോയിരിക്കുന്നു. ഇനി 28 ദിവസങ്ങൾ മാത്രം. നവംബർ 23-ാം തീയതി പാസ്പ്രാറ്റു ആഹ്ലാദകരമായ ഒരു കണ്ടുപിടുത്തം നടത്തി. തൻ്റെ കുടുംബ വാച്ചിൽ മാറ്റം വരുത്താൻ സമ്മതിക്കാതെ ലണ്ടൻ സമയത്തിനനുസൃതമായി അതിലെ സമയം പാസ്പ്രാറ്റു നിലനിർത്തിയ കാര്യം ഓർക്കുന്നുണ്ടല്ലോ. നവംബർ 23-ാം തീയതി അതിലെ സമയത്തിൽ അയാൾ യാതൊരു മാറ്റവും വരുത്തിയില്ലെങ്കിലും കപ്പലിലെ ക്രോണോമീറ്ററിൻ്റെ സമയവുമായി തൻ്റെ ക്ലോക്കിലെ സമയം കൃത്യമായി ഒത്തുവന്നത് പാസ്പ്രാറ്റു അതിശയത്തോടെയാണ് കണ്ടത്. ഈ സമയം ഫിക്സ് ജനറൽ ഗ്രാൻഡിൽ തന്നെ യാത്ര ചെയ്യുന്നുണ്ടായിരുന്നു. യോക്കോഹാമയിലെത്തിയപ്പോൾ ഫിക്സ് അവിടുത്തെ ഇംഗ്ലീഷ് കോൺസുലേറ്റിൽ ചെന്നു. ഒടുവിൽ അറസ്റ്റ് വാറന്റ് അവിടെ വെച്ച് ഫിക്സ് കാണുക തന്നെ ചെയ്തു. ബോംബെയിൽ നിന്ന് കർണാട്ടിക് വഴിയാണ് അതെത്തിയത്. വാറന്റ് ഇപ്പോൾ ഉപയോഗശൂന്യമായി കഴിഞ്ഞു എന്ന് മനസ്സിലാക്കിയ ഫിക്സിന്റെ നിരാശയും ദേഷ്യവും ഊഹിക്കാവുന്നതേയുള്ളൂ. മിസ്റ്റർ ഫോഗ് ഇംഗ്ലീഷ് അധീന പ്രദേശം വിട്ടുകഴിഞ്ഞു. ഇനി എക്സ്ട്രാഡിഷൻ കിട്ടിയാലേ എന്തെങ്കിലും പ്രയോജനമുള്ളൂ. ശരി, ഫിക്സ് ചിന്തിച്ചു. അറ്റ്ലാന്റിക്കിലും ഞാൻ അയാളെ പിന്തുടരും. പണം ഇനി അല്പം കൂടിയേ കാണും. യാത്രാപ്പടിയായും പാരിതോഷികമായും ജാമ്യമായും വിചാരണയ്ക്കായും ആനയെ വാങ്ങാനായും അനാമത്ത് ചെലവുകൾക്കായും 5000-ലധികം പൗണ്ട് ഇതിനോടകം ചെലവായി കാണും. ബാങ്കിന് ഇഷ്ടം പോലെ പണമുണ്ടല്ലോ. ഇങ്ങനെ തീരുമാനിച്ചുകൊണ്ട് ഫിക്സ് ജനറൽ ഗ്രാൻഡിൻ്റെ മുകൾ ഡെക്കിലേക്ക് ചെന്നു. മിസ്റ്റർ ഫോഗും ആവതയും അവിടെയുണ്ടായിരുന്നു. തിയേറ്റർ വേഷത്തിലായിരുന്നെങ്കിലും പാസ്പ്രാറ്റുവിനെ അവിടെ കണ്ട ഫിക്സ് ശരിക്കും ഞെട്ടിപ്പോയി. പെട്ടെന്ന് അയാൾ തൻ്റെ ക്യാബിനിൽ ഒളിച്ചു. പക്ഷേ മുൻവശത്തെ ഡെക്കിൽ വെച്ച് അന്ന് തന്നെ അയാൾ പാസ്പ്രാറ്റുവിനെ കണ്ടു. ഫിക്സിനെ കണ്ടതും പാസ്പ്രാറ്റു അയാളുടെ നേർക്ക് പാഞ്ഞെടുത്തു. അയാളുടെ കഴുത്തിന് കുത്തിപ്പിടിക്കുകയും മറ്റുള്ളവർ നോക്കി നിൽക്കെ ഒന്നാന്തരം കുറെ അടികൾ നൽകുകയും ചെയ്തു. ഫ്രഞ്ചുകാരൻ്റെ പോരാട്ട വീര്യത്തിൽ ഇംഗ്ലീഷുകാരൻ മൂക്കുകുത്തി വീണുപോയി. പാസ്പ്രാറ്റു നിർത്തിയപ്പോൾ ഫിക്സ് നിലത്തുനിന്ന് എഴുന്നേറ്റു. നിങ്ങൾക്ക് മതിയായോ? അയാൾ ചോദിച്ചു. ഇപ്പോഴത്തേക്ക് മതിയായി. എങ്കിൽ ഞാനൊരു വാക്ക് പറഞ്ഞുകൊള്ളട്ടെ. പക്ഷേ ഇത് നിങ്ങളുടെ യജമാനെ ബാധിക്കുന്ന കാര്യമാണ്. പെട്ടെന്ന് തണുത്ത പാസ്പ്രാറ്റു ഫിക്സിനെ അനുഗമിച്ചു. മറ്റ് യാത്രക്കാരിൽ നിന്ന് അല്പം ദൂരെ മാറി ഒരിടത്ത് അവർ ഇരുന്നു. നിങ്ങളെന്നെ ശരിക്കും പ്രഹരിച്ചു, ഫിക്സ് പറഞ്ഞു. കൊള്ളാം, ഞാനത് പ്രതീക്ഷിച്ചിരുന്നു. ഇനി ഞാൻ പറയുന്നത് ദയവായി ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കണം. ഈ സമയം വരെ ഞാൻ മിസ്റ്റർ ഫോഗിൻ്റെ എതിരാളിയായിരുന്നു.
ഇനി ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെയാണ്. ഓഹോ, പാസ്പ്രാറ്റ് പറഞ്ഞു. അതെന്താ, അദ്ദേഹം സത്യസന്ധനാണെന്ന് നിങ്ങൾക്കിപ്പോൾ തോന്നിയോ? ഹേയ്, അതൊന്നുമല്ല, ഫിക്സ് ശാന്തനായി പറഞ്ഞു. അയാളെ തെമ്മാടിയായി തന്നെയാണ് ഞാൻ കാണുന്നത്. മിസ്റ്റർ ഫോഗ് ഇംഗ്ലീഷ് മണ്ണിലായിരുന്നപ്പോൾ വാറണ്ട് വരും വരെ അദ്ദേഹത്തെ പിടിച്ചു നിർത്താൻ ഞാൻ എനിക്കാവതെല്ലാം ചെയ്തു. മുഷ്ടി ചുരുട്ടിക്കൊണ്ട് പാസ്പ്രാറ്റു കേട്ടുനിന്നു. ഇപ്പോൾ മിസ്റ്റർ ഫോഗ് ഇംഗ്ലണ്ടിലേക്ക് മടങ്ങുകയാണെന്ന് തോന്നുന്നു. ഞാൻ അയാളെ അവിടെ പിന്തുടരുക തന്നെ ചെയ്യും. പക്ഷേ അപ്പോൾ അദ്ദേഹത്തിൻ്റെ മുന്നിൽ നിന്ന് തടസ്സങ്ങൾ മാറ്റാനായിരിക്കും എൻ്റെ ശ്രമം. ഞാൻ എൻ്റെ കളി മാറ്റിക്കഴിഞ്ഞു. ഇതെൻ്റെ താല്പര്യങ്ങൾക്ക് വേണ്ടി തന്നെയാണ്. നിങ്ങളുടെ താല്പര്യങ്ങളും ഇപ്പോൾ എൻ്റേതുപോലെ തന്നെയാണല്ലോ. കാരണം ഇനി ഇംഗ്ലണ്ടിൽ വെച്ച് മാത്രമേ നിങ്ങളൊരു കുറ്റവാളിയുടെയോ അതോ ഒരു സത്യസന്ധനായ മനുഷ്യൻ്റെയോ സേവകനാണെന്ന് തീർച്ചപ്പെടുത്താനാകൂ. ഫിക്സിനെ സശ്രദ്ധം ശ്രദ്ധിച്ച പാസ്പ്രാറ്റുവിന് അപ്പോൾ അയാൾ പറഞ്ഞത് സത്യമാണെന്ന് ബോധ്യമായി. അപ്പോൾ നമ്മളിനി സുഹൃത്തുക്കളല്ലേ? സുഹൃത്തുക്കളോ? ഹേയ്, ഒരിക്കലുമില്ല, പാസ്പ്രാറ്റു മറുപടി പറഞ്ഞു. ഒരു പക്ഷേ കൂട്ടുപ്രവർത്തകർ. പക്ഷേ ഒരു ചെറിയ ചതിയെങ്കിലും ഇനി ആവർത്തിച്ചാൽ തൻ്റെ കഴുത്ത് പിടിച്ച് തിരിക്കും ഞാൻ. അതോർത്തോളൂ. സമ്മതിച്ചു, ഫിക്സ് ശാന്തനായി പറഞ്ഞു. 11 ദിവസത്തിനു ശേഷം ഡിസംബർ 3-ാം തീയതി ജനറൽ ഗ്രാൻഡ് ഗോൾഡൻ ഗേറ്റിലൂടെ സാൻ ഫ്രാൻസിസ്കോയിൽ എത്തിച്ചേർന്നു. മിസ്റ്റർ ഫോഗിന് ഒരു ദിവസം ലാഭമോ ഒരു ദിവസം നഷ്ടമോ ഇല്ലായിരുന്നു. രാവിലെ 7 മണിക്ക് മിസ്റ്റർ ഫോഗും ആവുദയും പാസ്പ്രാറ്റുവും അമേരിക്കൻ മണ്ണിൽ കാലുകുത്തി. അവർക്ക് ചുറ്റും വിവിധ രാജ്യങ്ങളുടെ ബഹുനിര കപ്പലുകളും സ്റ്റീം ബോട്ടുകളും ഉണ്ടായിരുന്നു. കരയിലെത്തിയ ഫോഗ് ന്യൂയോർക്കിലേക്കുള്ള ട്രെയിൻ വൈകുന്നേരം 6 മണിക്കാണെന്ന് മനസ്സിലാക്കി. സാൻ ഫ്രാൻസിസ്കോയിൽ തങ്ങാൻ ഒരു പകൽ മുഴുവൻ മിച്ചമുണ്ട്. $3 ഒരു കാരേജ് വാടകയ്ക്കെടുത്ത് ഫോഗും ആവുദയും അതിൽ കയറി. പാസ്പ്രാറ്റു ഡ്രൈവറുടെ തൊട്ടുള്ള ഒരു പെട്ടിപ്പുറത്തും ഇരിപ്പ് പിടിച്ചു. അവർ ഇന്റർനാഷണൽ ഹോട്ടലിലേക്ക് പുറപ്പെട്ടു. വഴിയരികിലൂടെ അമേരിക്കക്കാരും യൂറോപ്യന്മാരും ചൈനക്കാരും ഇന്ത്യക്കാരുമായ ജനങ്ങൾ നടന്നു നീങ്ങുന്നുണ്ടായിരുന്നു. 1849 കള്ളന്മാരുടെയും പിടിച്ചു പറിക്കാരുടെയും കൊലപാതകളുടെയും ക്രിമിനലുകളുടെയും നഗരമായിരുന്നില്ല സാൻ ഫ്രാൻസിസ്കോ. ഇപ്പോഴതൊരു വലിയ വാണിജ്യ കേന്ദ്രമായി മാറിയിരിക്കുന്നു. പ്രഭാത ഭക്ഷണത്തിന് ശേഷം ആവുദയുമൊത്ത് ഫോഗ് തൻ്റെ പാസ്പോർട്ട് സ്റ്റാമ്പ് ചെയ്യാനായി ഇംഗ്ലീഷ് കോൺസുലേറ്റിലേക്ക് പോയി. അവർ പുറത്തേക്ക് പോകും വഴി പാസ്പ്രാറ്റുവിനെ കണ്ടു. പാസ്പ്രാറ്റു ആകട്ടെ ഏതാനും എൻഫീൽഡ് റൈഫിളുകളും കോൾസ് റിവോൾവറുകളും വാങ്ങാൻ ഫോഗിനോട് അനുവാദം ചോദിച്ചു. സിയൂക്സും പോണീസും വംശജർ ട്രെയിനുകളെ ആക്രമിച്ച് കൊള്ളയടിക്കുന്നതായുള്ള വാർത്തകൾ ആയിടെ പത്രങ്ങളിലുണ്ടായിരുന്നു. ഫോഗിന് അതൊരു പാഴ്വേലയായാണ് തോന്നിയത്. എന്നാലും പാസ്പ്രാറ്റുവിന് ആലോചിച്ച് നല്ലതെന്ന് തോന്നുന്നത് ചെയ്യാനുള്ള അനുവാദവും കൊടുത്താണ് ഫോഗ് കോൺസുലേറ്റിലേക്ക് പോയത്. ആ വഴിയിൽ ഫോഗ് ഫിക്സിനെ കണ്ടുമുട്ടി. ഡിറ്റക്റ്റീവ് സ്തബ്ധനായി നിന്നുപോയി. ഏറെ കടപ്പെട്ടിരിക്കുന്ന മാന്യനായ മനുഷ്യനെ വീണ്ടും കണ്ടതിൽ സന്തോഷമുള്ളതായി ഫിക്സ് ഭാവിച്ചു. ഫോഗിൻ്റെ കൂടെ ചുറ്റി നടന്ന് സാൻ ഫ്രാൻസിസ്കോ കാണുവാൻ തന്നെ കൂടി അനുവദിക്കാമോ എന്ന് ഫിക്സ് ചോദിച്ചു. ഫോഗ് സന്തോഷത്തോടെ അത് സമ്മതിക്കുകയും ചെയ്തു. അവർ മോൺട്ഗോമറി സ്ട്രീറ്റിലെത്തിയപ്പോൾ അവിടെ ഒരു വലിയ ആൾക്കൂട്ടം കണ്ടു. ജസ്റ്റിസ് ഓഫ് ദ പീസിനെ തിരഞ്ഞെടുക്കാനുള്ള യോഗമായിരുന്നു അത്. മിസ്റ്റർ കാമർഫീൽഡും മിസ്റ്റർ മാൻഡിബോയുമായിരുന്നു സ്ഥാനാർത്ഥികൾ. വടികളേന്തി നിന്ന ആ ജനക്കൂട്ടം അക്രമാസക്തരാണെന്ന് തോന്നിച്ചു. തങ്ങളുടെ കൂട്ടരുടെ സംരക്ഷണത്തിനായി വന്ന വോട്ടർമാരായിരുന്നു അവർ. ഫോഗും ആവുദയും ഫിക്സും അപകടകാരികളുടെ വലയത്തിനുള്ളിലായി. ആവുദയെ സംരക്ഷിക്കാനുള്ള ശ്രമത്തിനിടയിൽ ഫോഗിനും ഫിക്സിനും പല പ്രാവശ്യം ഉന്തും തള്ളും സഹിക്കേണ്ടി വന്നു. ഫോഗ് തൻ്റെ മുഷ്ടികൾ പലപ്പോഴും ഉപയോഗിച്ചു. വീതിയുള്ള തോളുകളും ദൃഢപേശികളും ചുവന്ന താടിയുമുള്ള ഒരു ചുവന്ന താടിക്കാരൻ ചുരുട്ടിയ മുഷ്ടിയുമായി ഫോഗിനെ ഇടിക്കാനാഞ്ഞു. ഫിക്സ് ചാടി വീണതുകൊണ്ട് ഇടി മുഴുവൻ അയാൾക്ക് കിട്ടി. ഡിറ്റക്റ്റീവിൻ്റെ സിൽക്ക് ഹാറ്റിന് തൊട്ട് താഴെ ഒരു വലിയ ചതവുണ്ടായി. യാങ്കി,
ഒരു പുച്ഛം നിറഞ്ഞ നോട്ടമെറിഞ്ഞുകൊണ്ട് ഫോഗ് തെമ്മാടിയെ വിളിച്ചു. നീ ഇംഗ്ലീഷുകാരനാണോ? അയാൾ ചോദിച്ചു. നമ്മൾ വീണ്ടും കണ്ടിരിക്കും. നിങ്ങൾ ആഗ്രഹിക്കുമ്പോൾ ഞാൻ റെഡി. എന്താ നിങ്ങളുടെ പേര്? ഫീലിയസ് ഫോഗ്. നിങ്ങളുടേതോ? കേണൽ സ്റ്റാം പ്രോക്ടർ. ഫിക്സിനെ തള്ളി താഴെയിട്ടുകൊണ്ട് മനുഷ്യ തിരമാല മുന്നോട്ട് നീങ്ങി. ഉലഞ്ഞ വസ്ത്രങ്ങളോടെ ഫിക്സ് ചാടി എഴുന്നേറ്റു. ഓവർകോട്ട് പക്ഷേ രണ്ടായി കീറിയിരുന്നു. നന്ദി. ആൾക്കൂട്ടത്തിൽ നിന്ന് പുറത്തു കടന്നപ്പോൾ ഫോഗ് ഫിക്സിനോട് പറഞ്ഞു. ഹേയ്, നന്ദിയുടെ ഒന്നും ആവശ്യമില്ല. പക്ഷേ വരൂ, നമുക്ക് പോകാം, ഫിക്സ് പറഞ്ഞു. എവിടേക്ക്? ഒരു തയ്യൽക്കാരൻ്റെ അടുത്തേക്ക്. ഫോഗിൻ്റെയും ഫിക്സിൻ്റെയും വസ്ത്രങ്ങൾ പിഞ്ഞിക്കീറിയിരുന്നു. 2 മണിക്കൂറിന് ശേഷം വൃത്തിയായ വസ്ത്രങ്ങൾ ധരിച്ച് ആവതയും കൂട്ടി അവർ ഇൻ്റർനാഷണൽ ഹോട്ടലിലേക്ക് മടങ്ങി. 6 ബാരലുള്ള 1/2 ഡസൻ റിവോൾവറുമായി പാസ്പ്രാറ്റു അവരെ കാത്തു നിൽപ്പുണ്ടായിരുന്നു. ഫിക്സിനെ കണ്ടപ്പോൾ അയാൾ പുരികം ചൊളിച്ചു. വഴക്കുണ്ടായ സംഭവങ്ങൾ ആവത് വിവരിച്ചു കേട്ടപ്പോൾ പാസ്പ്രാറ്റു തണുത്തു. ഫിക്സ് ഇപ്പോൾ ശത്രുവല്ല, കൂട്ടാളിയാണ്. അയാൾ വാക്ക് പാലിക്കുന്നുണ്ടെന്ന് പാസ്പ്രാറ്റുവിന് തോന്നി. ഡിന്നർ കഴിഞ്ഞ് റെയിൽവേ സ്റ്റേഷനിലേക്കുള്ള കോച്ചിൽ കയറാൻ തുടങ്ങുമ്പോൾ ഫോഗ് ഫിക്സിനോട് ചോദിച്ചു. കേണൽ പ്രോക്ടറെ നിങ്ങൾ കണ്ടില്ലല്ലോ? ഇല്ല. ഞാൻ അയാളെ കണ്ടുപിടിക്കാനായി അമേരിക്കയിലേക്ക് തിരിച്ചു വരും, ഫോഗ് ശാന്തനായി പറഞ്ഞു. അങ്ങനെയുള്ള ഒരു പെരുമാറ്റത്തിന് തക്കതായി തിരിച്ചടി കൊടുക്കാതിരിക്കുന്നത് ഒരു ഇംഗ്ലീഷുകാരന് യോജിച്ചതല്ല. ഫിക്സ് പുഞ്ചിരിക്കുക മാത്രം ചെയ്തു. ദ്വന്ദ്വയുദ്ധങ്ങൾ നാട്ടിൽ അനുവദിക്കില്ലെങ്കിലും അഭിമാനം മുറിപ്പെട്ടാൽ വിദേശത്ത് ഒരു ഇംഗ്ലീഷുകാരൻ അടിപിടിക്ക് മടിക്കില്ല. 6:15 അവർ സ്റ്റേഷനിലെത്തി. ട്രെയിൻ പുറപ്പെടാൻ തയ്യാറായി നിൽക്കുന്നു. ന്യൂയോർക്കും സാൻ ഫ്രാൻസിസ്കോയും തമ്മിൽ 3786 മൈൽ വരുന്ന ഒരു റെയിൽ പാതയാൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. ഒമാഹയ്ക്കും പസഫിക്കിനുമിടയിൽ റെഡ് ഇന്ത്യക്കാരും വന്യമൃഗങ്ങളും ഇലിനോയിൽ നിന്ന് 1854 പുറത്താക്കപ്പെട്ട മോർമോൺ സഭക്കാരും വസിക്കുന്ന പ്രദേശത്തുകൂടിയാണ് റെയിൽ പാത കടന്നുപോയിരുന്നത്. സാൻ ഫ്രാൻസിസ്കോയിൽ നിന്ന് ന്യൂയോർക്കിലേക്കുള്ള യാത്രയ്ക്ക് 7 ദിവസമാണ് വേണ്ടത്. അങ്ങനെയെങ്കിൽ ഡിസംബർ 11 ന്യൂയോർക്കിൽ നിന്ന് ലിവർപൂളിലേക്ക് പോകുന്ന അറ്റ്ലാന്റിക് എന്ന കപ്പൽ ഫോഗിന് ലഭിക്കും. ട്രെയിൻ 6 മണിക്ക് ഓക്ലാൻഡ് സ്റ്റേഷൻ വിട്ടു. മണിക്കൂറിൽ 29 കിലോമീറ്റർ താഴെയാണ് വേഗത. ആ വേഗതയിൽ ഫോഗിന് നിശ്ചിത സമയത്ത് തന്നെ ന്യൂയോർക്കിലെത്താൻ കഴിയും. 12 മണിയായപ്പോൾ 10,000 വരുന്ന കാട്ടുപോത്തിൻ കൂട്ടം ട്രാക്കിൽ നിരന്നു നിന്ന് തടസ്സമുണ്ടാക്കി. കൗക്കേച്ചർ ഉപയോഗിച്ച് വഴി തെളിയിച്ചുകൊണ്ട് സാവധാനം മുന്നേറാൻ ശ്രമിച്ചെങ്കിലും മൃഗങ്ങളുടെ ആധിക്യം കാരണം അതത്ര വിജയിച്ചില്ല. കാത്തിരിപ്പിന് ശേഷം തടസ്സം മാറുമ്പോൾ നഷ്ടപ്പെട്ട സമയം കൂടുതൽ വേഗത്തിലോടി തിരികെ പിടിക്കുക എന്നതേ പോംവഴി ഉണ്ടായിരുന്നുള്ളൂ. 3 മണിക്കൂറോളം കാട്ടുപോത്തുകൾ ട്രാക്കിൽ തന്നെ നീങ്ങി. സന്ധ്യയോടുകൂടിയാണ് തടസ്സം മാറിയത്. ഹംബോൾഡറ്റ് റേഞ്ചിലെത്തിയപ്പോൾ 8 മണിയും യൂതായിലെത്തിയപ്പോൾ 9:30 സമയം. ഗ്രേറ്റ് സാൾട്ട് ലേക്കിലുള്ള ഒരു പ്രദേശമായിരുന്നു യൂത. മോർമോണുകളുടെ ഒരേയൊരു കോളനിയാണത്. ഡിസംബർ 5 രാത്രി ട്രെയിൻ തെക്ക് കിഴക്ക് ദിശയിൽ ഏതാണ്ട് 50 കിലോമീറ്റർ ഓടി. തുടർന്ന് അതേ ദൂരം വടക്ക് കിഴക്ക് ദിശയിൽ കയറ്റം കയറി. ഗ്രേറ്റ് സാൾട്ട് ലേക്കിലേക്കായിരുന്നു യാത്ര. എൽക്കോയിൽ വെച്ച് കറുത്ത മീശയുള്ള പൊക്കമുള്ള ഒരു ഇരുണ്ട മനുഷ്യൻ ട്രെയിനിൽ കയറി. എൻഡിൽ വില്യം ഹിച്ച് എന്ന മോർമോൺ മിഷണറിയായിരുന്നു അദ്ദേഹം. 117 നമ്പർ കമ്പാർട്ട്മെൻറ്റിൽ 11 മണി മുതൽ 12 മണി വരെ മോർമോണിസത്തെപ്പറ്റി അദ്ദേഹം ഒരു പ്രഭാഷണം നടത്തുമെന്ന് അറിയിപ്പുണ്ടായി. പാസ്പ്രാറ്റു ആ പ്രഭാഷണം കേൾക്കാൻ പോയി. പക്ഷേ ഫിക്സും ഫോഗും പോയില്ല. തൻ്റെ ഉയർന്ന ശബ്ദവും ആംഗ്യങ്ങൾ കൊണ്ട് വാക്കുകൾക്ക് ഊന്നൽ കൊടുത്ത് ബൈബിൾ കാലഘട്ടം മുതലുള്ള മോർമോണിസത്തിൻ്റെ ചരിത്രം വിവരിച്ചു. ഇസ്രയേലിൽ ഔസേപ്പിൻ്റെ ഗോത്രത്തിൽപ്പെട്ട ഒരു മോർമോൺ പ്രവാചകൻ പുതിയ മതത്തിൻ്റെ നിയമാവലിയും തത്വസംഹിതയും പ്രസിദ്ധീകരിച്ചു. മോർമോൺ എന്നു പേരുള്ള പുത്രനായിരുന്നു അദ്ദേഹത്തിൻ്റെ കാലശേഷം പുതിയ മതത്തിൻ്റെ സാരഥി. നൂറ്റാണ്ടുകൾക്ക് ശേഷം പെർമോണ്ടിലെ ഒരു കർഷകനായിരുന്ന ജോസഫ് സ്മിത്ത് ജൂനിയർ
ഈജിപ്ഷ്യൻ ഭാഷയിൽ നിന്ന് ഈ അമൂല്യ ഗ്രന്ഥം ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്തു. 1825 സ്മിത്ത് താനൊരു മിസ്റ്റിക് പ്രവാചകനാണെന്ന് സ്വയം വെളിപ്പെടുത്തി. വെളിച്ചത്തിൽ കുളിച്ചു നിന്ന ഒരു വനപ്രദേശത്ത് വെച്ച് സ്വർഗീയ ദൂതൻ പ്രത്യക്ഷപ്പെട്ടാണ് ഈ മതഗ്രന്ഥം അദ്ദേഹത്തിന് നൽകിയതെന്ന് വിശ്വസിക്കപ്പെടുന്നു. മിഷണറുടെ പ്രസംഗം ഇഷ്ടപ്പെടാതിരുന്ന ഒട്ടേറെ പേർ അവിടെ നിന്ന് എഴുന്നേറ്റ് പോയി. 20, 10 എന്നിങ്ങനെ കുറഞ്ഞു വന്ന സദസ്സിൽ അവസാനം ഒരാൾ മാത്രം അവശേഷിച്ചു. പാസ്പ്രാറ്റു ആയിരുന്നു അത്. അവസാനം അയാളും എഴുന്നേറ്റ് പോയി. എൻഡർ തനിച്ചായി. 12:30 ട്രെയിൻ ഗ്രേറ്റ് സാൾട്ട് ലേക്കിന്റെ അതിർത്തിയിലെത്തി. സമുദ്രനിരപ്പിൽ നിന്ന് 3 മൈലും 800 അടിയും ഉയരത്തിലുള്ള സാൾട്ട് ലേക്കിന്റെ നീളം 70 മൈലും വീതി 35 മൈലുമാണ്. സാൾട്ട് ലേക്കിൽ ഉപ്പിന്റെ അളവ് നല്ല തോതിലുണ്ട്. അതിലെ ജലഭാരത്തിന്റെ 4/1 ഖരവസ്തുക്കളാണ്. മത്സ്യങ്ങൾക്ക് ആ ജലത്തിൽ ജീവിക്കാനാവില്ല. 2 മണിയായപ്പോൾ ട്രെയിൻ ഒഗ്ഡനിലെത്തി. അവിടെ 6 മണിക്കൂർ ഹാൾട്ടുണ്ട്. സാൾട്ട് ലേക്ക് സിറ്റിയിൽ ഒരു ഹ്രസ്വ സന്ദർശനം നടത്താൻ ഫോഗിനും കൂട്ടർക്കും സമയമുണ്ട്. തികച്ചും അമേരിക്കൻ തനിമയുള്ള ടൗണിൽ അവർ 2 മണിക്കൂർ ചെലവിട്ടു. അവർ ടൗണിലെ തെരുവുകളിലൂടെ നടന്നു. ദേവാലയങ്ങളൊന്നും തന്നെ അവിടെ കണ്ടില്ല. പക്ഷേ പ്രവാചകന്റെ മാളിക കണ്ടു. കോർട്ട് മുറിയും ആയുധപ്പുരയും പോർച്ചും വരാന്തയുമുള്ള നീല ഇഷ്ടിക വീടുകളും കണ്ടു. വീടുകൾക്ക് ചുറ്റും അക്കേഷ്യയും പനകളും ഒക്കെയുള്ള ചെറുതോട്ടങ്ങൾ. 1853 ചരലും കളിമണ്ണും ഉപയോഗിച്ച് നിർമ്മിച്ച ഒരു ഭിത്തിയാൽ പട്ടണം ചുറ്റപ്പെട്ടിരുന്നു. അവിടെ നിബിഡമായ ജനവാസം ഉണ്ടെന്ന് തോന്നിയില്ല. അവിടെ ഏറെ സ്ത്രീകളെ കണ്ടു. മോർമോണുകളുടെ ബഹുഭാര്യത്വം എന്ന സമ്പ്രദായത്തിന് ഒരു കാരണം അതായിരിക്കാം. പക്ഷേ എല്ലാ മോർമോണുകളും ഒന്നിലേറെ ഭാര്യമാരുള്ളവരല്ല. അവർക്ക് വിവാഹം കഴിക്കാനോ കഴിക്കാതിരിക്കാൻ പോലുമോ ഉള്ള സ്വാതന്ത്ര്യമുണ്ട്. യൂദായിലെ സ്ത്രീകളായിരുന്നു വിവാഹിതരാകാൻ കൂടുതൽ തിടുക്കം കാട്ടിയിരുന്നത്. കാരണം കന്യകകളായ സ്ത്രീകൾ മോർമോൺ മതനിയമമനുസരിച്ച് ആത്യന്തിക സന്തോഷങ്ങൾക്ക് അർഹരായിരുന്നില്ല. പക്ഷേ ഈ സാധുക്കൾ സമ്പന്നരോ സന്തുഷ്ടരോ ആണെന്ന് ഫോഗിനും കൂട്ടർക്കും തോന്നിയില്ല. ചിലർ നീളം കുറഞ്ഞ് തുറന്ന കറുത്ത പട്ടുവസ്ത്രങ്ങളാണ് ധരിച്ചിരുന്നത്. അതിൻ്റെ മുകളിലായി ഒരു സാധാരണ മേലങ്കിയും ഉണ്ടായിരുന്നു. മറ്റുള്ളവർ റെഡ് ഇന്ത്യൻ രീതിയിൽ വസ്ത്രം ധരിച്ചിരുന്നു. 4 മണിയായപ്പോൾ ഫോഗും കൂട്ടരും തിരികെ റെയിൽവേ സ്റ്റേഷനിലെത്തി. താമസിയാതെ ട്രെയിൻ പുറപ്പെടാനുള്ള വിസിൽ മുഴങ്ങി. ഗ്രേറ്റ് സാൾട്ട് ലേക്കിന്റെ അതിർത്തിയായ ഒഗ്ഡനിൽ നിന്ന് ട്രെയിൻ 1 മണിക്കൂർ വടക്കോട്ടോടി വെബ്ബർ നദി വരെ എത്തി. അപ്പോൾ സാൻ ഫ്രാൻസിസ്കോയിൽ നിന്ന് 900 മൈലുകൾ പിന്നിട്ട് കഴിഞ്ഞിരുന്നു. അവിടെ നിന്ന് കിഴക്കോട്ട് തിരിഞ്ഞ് വാഹാസാച്ച് മല ലക്ഷ്യമാക്കി ട്രെയിൻ നീങ്ങി. ഈ മലനിരകൾക്കും റോക്കി മലനിരകൾക്കും നടുവിൽ പാറകൾ തുരക്കാതെ റെയിൽവേ മലകളെ ചുറ്റിയാണ് പോകുന്നത്. പിറ്റേന്ന്, അതായത് ഡിസംബർ 7 അവർ 15 മിനിറ്റോളം ഗ്രീൻ റിവർ സ്റ്റേഷനിൽ ട്രെയിൻ നിർത്തി. ധാരാളം യാത്രക്കാർ ട്രെയിനിൽ നിന്ന് പുറത്തിറങ്ങി പ്ലാറ്റ്ഫോമിലൂടെ ഉലാത്തി. അവരുടെ ഇടയിൽ സാൻ ഫ്രാൻസിസ്കോ മീറ്റിംഗിൽ വെച്ച് ഫോഗിനെ അപമാനിച്ച കേണൽ സ്റ്റാം പ്രോക്ടറെ ആദ്വ തിരിച്ചറിഞ്ഞു. പകരം ചോദിക്കാൻ കണ്ടുമുട്ടണമെന്ന് ഫോഗ് ആഗ്രഹിച്ചിരുന്ന മനുഷ്യനെ കണ്ടതും ആവതിയുടെ ഹൃദയം മിടിക്കാൻ തുടങ്ങി. വിധിയാണ് പ്രോക്ടറെ ഈ ട്രെയിനിലെത്തിച്ചത്. പക്ഷേ പീലിയസ് ഫോഗ് തൻ്റെ എതിരാളിയെ കാണാൻ പാടില്ല. ഫോഗ് ഉറക്കമായപ്പോൾ ആവത പ്രോക്ടറെ പറ്റി ഫിക്സിനോടും പാസ്പ്രാറ്റുവിനോട് പറഞ്ഞു. ആ പ്രോക്ടർ ഈ ട്രെയിനിലോ? ഫിക്സ് ഉറക്കെ തന്നെ പറഞ്ഞുപോയി. അയാൾ ഫോഗിനെ കാണും മുമ്പ് അയാൾ എന്നെ കൈകാര്യം ചെയ്യേണ്ടി വരും. 2 പേരിൽ ഞാനാണ് കൂടുതൽ അപമാനിതനായത് എന്നാണ് എനിക്ക് തോന്നുന്നത്. പാസ്പ്രാറ്റ് പറഞ്ഞു. ഞാൻ അവനെ കേണൽ എന്ന രീതിയിൽ തന്നെ കൈകാര്യം ചെയ്തുകൊള്ളാം. മിസ്റ്റർ ഫിക്സ്, ആവുത പറഞ്ഞു. പകരം വീട്ടാൻ മിസ്റ്റർ ഫോഗ് ആരെയും അനുവദിക്കില്ല. അദ്ദേഹം പ്രോക്ടറെ കണ്ടാൽ ഒരു ദ്വന്ദ്വയുദ്ധം ഉറപ്പാണ്. അതിൻ്റെ അപകടങ്ങളും ഗുരുതരമായിരിക്കും. അദ്ദേഹം അയാളെ കാണാൻ പാടില്ല. നിങ്ങൾ പറഞ്ഞത് ശരിയാണ് മാഡം, ഫിക്സ് മറുപടി പറഞ്ഞു. എന്തു സംഭവിച്ചാലും ഫോഗിന് സമയനഷ്ടമുണ്ടാവുകയും
അത് റീഫോം ക്ലബിലെ സുഹൃത്തുക്കളുമായുള്ള പന്തയത്തെ ബാധിക്കുകയും ചെയ്യും. പാസ്പ്രാറ്റ് പറഞ്ഞു. 4 ദിവസത്തിനുള്ളിൽ നമ്മൾ ന്യൂയോർക്കിലെത്തും. ആ 4 ദിവസം ഈ കമ്പാർട്ട്മെൻറ്റിൽ നിന്ന് അദ്ദേഹം പുറത്തു പോകുന്നത് ഏത് വിധേനയും നമുക്ക് തടയണം. സംഭാഷണം പെട്ടെന്ന് മുറിഞ്ഞു. മിസ്റ്റർ ഫോഗ് ഉണർന്ന് ജനാലയിലൂടെ പുറത്തേക്ക് നോക്കി. ഫിക്സ് ഫോഗിനോട് പറഞ്ഞു, ഇപ്പോൾ സമയം ഇഴഞ്ഞാണ് പോകുന്നത്. എന്താ, നമുക്കല്പം വിസ്റ്റ് കളിച്ചാലോ? പക്ഷേ ഇവിടെ ഇരുന്ന് കളിക്കുക എളുപ്പമാവില്ല. എനിക്ക് കാർഡും പങ്കാളികളുമില്ല. നമുക്ക് നിഷ്പ്രയാസം കാർഡ് വാങ്ങാം. ഈ ട്രെയിനിലും അവ കിട്ടും. കളിക്കാൻ ആളാണ് വേണ്ടതെങ്കിൽ മാഡം കളിക്കുമായിരിക്കും. ഫിക്സ് പറഞ്ഞു നിർത്തി. തീർച്ചയായും സർ, ആവുത ചാടി പറഞ്ഞു. എനിക്ക് വിസ്റ്റ് അറിയാം. അത് ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമാണ്. ഞാനും ഒരു നല്ല കളിക്കാരനാണെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ നമ്മൾ 3 പേരായി, കൂടെ ഡമ്മിയും. നിങ്ങളുടെ ഇഷ്ടം പോലെയാകട്ടെ സർ, ഫോഗ് മറുപടി പറഞ്ഞു. തൻ്റെ പ്രിയ വിനോദം ഈ യാത്രയിൽ ആരംഭിക്കുന്നതിൽ ഫോഗിന് സന്തോഷമേ ഉണ്ടായിരുന്നുള്ളൂ. പാസ്പ്രാറ്റു സ്റ്റുവേർഡിൻ്റെ അടുത്ത് പോയി 2 പാക്കറ്റ് ചീട്ട് വാങ്ങി വന്നു. കളി തുടങ്ങി. ആവുത നന്നായി കളിക്കുന്നുവെന്ന് കണ്ട ഫോഗ് അവളെ പ്രശംസിക്കാൻ മടിച്ചില്ല. ഫിക്സ് ആകട്ടെ ഫോഗിനോടൊപ്പം നിൽക്കാൻ പോരുന്ന വിധത്തിൽ സമർത്ഥനായ വിസ്റ്റ് കളിക്കാരനായിരുന്നു. നല്ലൊരു പ്രഭാത ഭക്ഷണത്തിന് ശേഷം ഫോഗും കൂട്ടരും വിസ്റ്റ് കളി പുനരാരംഭിച്ചിരുന്നു. പെട്ടെന്ന് ഒരു പേടിപ്പെടുത്തുന്ന വിസിലോടെ ട്രെയിൻ നിന്നു. പാസ്പ്രാറ്റു കമ്പാർട്ട്മെൻറ്റിന് പുറത്തേക്കോടി. 30-40 യാത്രക്കാർ അതിനോടകം പുറത്തു വന്നു കഴിഞ്ഞിരുന്നു. കേണൽ സ്റ്റം പ്രോക്ടറും അക്കൂട്ടത്തിലുണ്ടായിരുന്നു. മുന്നിൽ ചുവന്ന സിഗ്നൽ കണ്ടതുകൊണ്ടാണ് ട്രെയിൻ പെട്ടെന്ന് നിന്നത്. അടുത്ത സ്റ്റേഷനായ മെഡിസിൻ ബോയിലെ സ്റ്റേഷൻ മാസ്റ്റർ മുൻകൂട്ടി അയച്ചിരുന്ന സിഗ്നൽ മാനുമായി ട്രെയിനിലെ എഞ്ചിനീയറും കണ്ടക്ടറും സംസാരിക്കുന്നുണ്ടായിരുന്നു. ഏതാണ്ട് 1 കിലോമീറ്റർ മുന്നിലായി മെഡിസിൻ ബോയിലുള്ള ഒരു തൂക്കുപാലം അപകടകരമായ അവസ്ഥയിലാണെന്ന് സിഗ്നൽ മാൻ അറിയിച്ചു. ഇരുമ്പ് വയറുകൾ ഏറെയും ദ്രവിച്ചു കഴിഞ്ഞിരുന്നു അത്രേ. കേണൽ പ്രോക്ടർ ഉറക്കെ പറഞ്ഞു. പക്ഷേ നമ്മളിവിടെ ഈ മഞ്ഞിൽ വേര് പിടിച്ച് നിൽക്കാനും പോകുന്നില്ല. ഓവോ കേണൽ, കണ്ടക്ടർ മറുപടി പറഞ്ഞു. പക്ഷേ നമ്മൾ ഒമാഹയിലേക്ക് ഒരു ട്രെയിനിന് വേണ്ടി ടെലഗ്രാം ചെയ്തിട്ടുണ്ട്. പക്ഷേ അത് മെഡിസിൻ ബോയിൽ 6 മണിക്കൂറിനുള്ളിൽ എത്തുമെന്ന് തോന്നുന്നില്ല. 6 മണിക്കൂറോ? പാസ്പ്രാറ്റു അറിയാതെ പറഞ്ഞുപോയി. തീർച്ചയായും, കണ്ടക്ടർ പറഞ്ഞു. പക്ഷേ മറുകരയാണെങ്കിലും അങ്ങോട്ടേക്ക് ഇവിടെ നിന്ന് 1 മൈൽ മാത്രമേ ദൂരമുള്ളൂ, ഒരു യാത്രക്കാരൻ പറഞ്ഞു. നമുക്കൊരു ബോട്ടിൽ അക്കരെ എത്തിക്കൂടെ? കേണലിൻ്റേതായിരുന്നു ചോദ്യം. അത് അസാധ്യമാണ്. ആ അരുവി മഴയിൽ നിറഞ്ഞാണ് ഒഴുകുന്നത്. യാത്രക്കാർ പൊതുവെ നിരാശരായി കാണപ്പെട്ടു. എന്തായാലും ഇനി ഇക്കാര്യം മിസ്റ്റർ ഫോഗനോട് പറയാതിരിക്കാനാവില്ല എന്ന് ചിന്തിച്ചുകൊണ്ട് പാസ്പ്രാറ്റു അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് പോകാനായി തിരിഞ്ഞു. പെട്ടെന്ന് ഒരു തനി യാങ്കിയായിരുന്ന എഞ്ചിനീയർ ഫോസ്റ്ററെ വിളിച്ചു പറഞ്ഞു, പരമാവധി വേഗത എടുക്കുകയാണെങ്കിൽ നമുക്കക്കരെ കടക്കാൻ കഴിഞ്ഞേക്കും. ചെകുത്താൻ, പാസ്പ്രാറ്റു പിറുപിറുത്തു. പക്ഷേ ഒട്ടേറെ യാത്രക്കാർക്ക് ആ ആശയം സ്വീകാര്യമായി തോന്നി. കേണൽ പ്രോക്ടർക്കത് സാധ്യമാണെന്നാണ് തോന്നിയത്. പാലമില്ലാത്ത വീതി കുറഞ്ഞ അരുവികൾക്ക് മുകളിലൂടെ പരമാവധി വേഗതയിൽ വരുന്ന ട്രെയിൻ ചാടിച്ച എഞ്ചിനീയർമാരുടെ ചില കഥകൾ അദ്ദേഹം പറഞ്ഞു. നമുക്ക് അക്കരെ എത്താൻ 50% സാധ്യത. അയാൾ ചിന്തിച്ചു. ഒരു ലളിതമാർഗമുണ്ട് സർ. അതാർക്കും എന്താ തോന്നാത്തത്? പാസ്പ്രാറ്റ് ചോദിച്ചു. അയാൾ ഉടനെ തന്നെ ഒരു യാത്രക്കാരനോട് പറഞ്ഞു, എഞ്ചിനീയറുടെ പ്ലാൻ അല്പം അപകടകരമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്താ, നിങ്ങൾക്ക് പേടിയാണോ? കേണലിൻ്റെ ചോദ്യം. പേടി? എനിക്കോ? കൊള്ളാം. ഒരു ഫ്രഞ്ചുകാരൻ വിചാരിച്ചാൽ തനി അമേരിക്കക്കാരനാകാനും കഴിയും. എല്ലാവരും ട്രെയിനിൽ കയറൂ, കണ്ടക്ടർ വിളിച്ചു പറഞ്ഞു. അതെ, എല്ലാവരും കയറൂ, പാസ്പ്രാറ്റു ഉടനെ ആവർത്തിച്ചു. പക്ഷേ നടന്ന് പാലം കടക്കുന്നതാണ് കൂടുതൽ സുരക്ഷിതത്വം എന്ന് ചിന്തിക്കുന്നതിൽ നിന്നും ആർക്കും എന്നെ തടയാനാവില്ല. ട്രെയിൻ പിന്നാലെ വന്നാൽ മതിയല്ലോ. പക്ഷേ ആരും തന്നെ
വിവേകമുള്ള ആ വാക്കുകൾ കേട്ടില്ല. യാത്രക്കാർ അവരവരുടെ സ്ഥാനങ്ങളിൽ കയറിയിരുന്നു. പാസ്പ്രാറ്റുവും തൻ്റെ സീറ്റിൽ കയറിയിരുന്നു. വിസ്റ്റ് കളിക്കാരോട് അയാൾ ഒന്നും തന്നെ പറഞ്ഞില്ല. ട്രെയിൻ ശക്തിയായി ചൂളം വിളിച്ചു. എഞ്ചിനീയർ 1 മൈലോളം ട്രെയിൻ പുറകോട്ടെടുത്തു. ചാട്ടക്കാരെ പോലെ ഒരു നീണ്ട ചാട്ടം ചാടാനുള്ള തയ്യാറെടുപ്പായിരുന്നു അത്. തുടർന്ന് മറ്റൊരു ചൂളം വിളിയോടെ ട്രെയിൻ മുമ്പോട്ട് നീങ്ങി. അതിൻ്റെ വേഗത കൂടിക്കൂടി വന്നു. നീണ്ടൊരു ഞരക്കം കേട്ടു. പിസ്റ്റൺ സെക്കൻഡിൽ 20 സ്ട്രോക്കുകൾ എടുക്കുന്ന നിലയിലെത്തി. ഏതാണ്ട് മണിക്കൂറിൽ 100 മൈൽ വേഗത കൈവരിച്ച ട്രെയിൻ റെയിൽ തൊടുന്നില്ല എന്ന് പോലും തോന്നി. അതാ പാലത്തിന് മുകളിലൂടെ ട്രെയിൻ ഒരു മിന്നായം പോലെ കടന്നു കഴിഞ്ഞു. ഒരു കരയിൽ നിന്ന് മറുകരയിലേക്ക് ട്രെയിൻ ചാടി എന്നു തന്നെ പറയണം. സ്റ്റേഷൻ കഴിഞ്ഞ് 1 മൈൽ അപ്പുറം പോയതിനു ശേഷമാണ് എഞ്ചിനീയർക്ക് ട്രെയിൻ നിർത്താൻ കഴിഞ്ഞത്. പക്ഷേ ട്രെയിൻ കടന്നു കഴിഞ്ഞതും പൂർണ്ണമായി തകർന്നിരുന്ന പാലം ഒന്നാകെ മെഡിസിൻ ബോ നദിയിലെ കുത്തൊഴുക്കിലേക്ക് തകർന്നു വീണു. അന്ന് വൈകുന്നേരം ട്രെയിൻ യാതൊരു തടസ്സവും കൂടാതെ ഫോർട്ട് സോണ്ടേഴ്സും ചെയിൻ ഗാസും കടന്ന് ഇവാൻ പാസിലെത്തി. സമുദ്രനിരപ്പിൽ നിന്നും 8092 അടി പൊക്കത്തിൽ യാത്രയിലെ ഏറ്റവും ഉയരമുള്ള സ്ഥലം ഈ യാത്രാഭാഗത്തായിരുന്നു. സാൻ ഫ്രാൻസിസ്കോയിൽ നിന്ന് 3 പകലും 3 രാവും കൊണ്ട് 1382 കിലോമീറ്ററാണ് പിന്നിട്ട് കഴിഞ്ഞത്. ഇനി 4 പകലുകളും രാത്രികളും കഴിഞ്ഞാൽ പീലിയസ് പോകും കൂട്ടരും ന്യൂയോർക്കിലെത്തും. ഷെഡ്യൂളിൽ നിന്നും ഏറെ പിന്നിലായിരുന്നില്ല ഫോഗ്. രാവിലെ 8 മണിക്ക് ഫോർട്ട് മക്പേഴ്സൺ പിന്നിട്ടു. ഒമാഹയിലെത്താൻ ഇനിയും 357 മൈൽ കൂടിയുണ്ട്. ഫോഗും കൂട്ടരും വീണ്ടും വിസ്റ്റിൽ മുഴുകി. യാത്ര നീളുന്നതിൽ ആർക്കും പരാതിയില്ലായിരുന്നു. ഫിക്സ് പല പ്രാവശ്യം കളിയിൽ വിജയിച്ച് ഏതാനും ഗിന്നികൾ നേടി. ഇടയ്ക്ക് സ്പേഡ് കളിച്ചുകൊണ്ട് ധീരമായൊരു ശ്രമം നടത്താനൊരുങ്ങവേ പിന്നിൽ നിന്നും ഫിക്സ് ഇങ്ങനെ കേട്ടു: എനിക്കൊരു ഡയമണ്ട് കളിക്കണം. ഫോഗും ഫിക്സും ആവുതയും ഒരേ സമയം തല ഉയർത്തി നോക്കി. അതാ നിൽക്കുന്നു കേണൽ പ്രോക്ടർ. ഫോഗും പ്രോക്ടറും ഉടൻ തന്നെ പരസ്പരം തിരിച്ചറിഞ്ഞു. ഹോ, ഇത് നിങ്ങളാണല്ലേ ആ ഇംഗ്ലീഷുകാരൻ, കേണൽ ഉറക്കെ പറഞ്ഞു. നിങ്ങളാണിനി സ്പേഡ് കളിക്കാൻ പോകുന്നത്. അയാളത് കളിക്കുകയും ചെയ്യുന്നു. സ്പേഡിൻ്റെ 10 കളിച്ചുകൊണ്ട് കൂളായി ഫോഗ് പറഞ്ഞു. ആവതിയുടെ മുഖം വിളറി വെളുത്തു. രക്തം തണുത്തുറഞ്ഞു. അവർ ഫോഗിൻ്റെ കയ്യിൽ പിടിച്ച് ചെറുതായി പുറകോട്ട് വലിച്ചു. ഫോഗിൻ്റെ നേരെ പുച്ഛത്തോടെ നോക്കി നിന്ന പ്രോക്ടറുടെ മേൽ ചാടി വീഴാൻ തയ്യാറായി നിൽക്കുകയാണ് പാസ്പ്രാറ്റു. ഫിക്സ് എഴുന്നേറ്റ് കേണലിൻ്റെ അടുത്ത് ചെന്ന് പറഞ്ഞു: എന്നെയാണ് നിങ്ങൾ കൈകാര്യം ചെയ്യേണ്ടതെന്ന കാര്യം നിങ്ങൾ മറന്നുപോയിരിക്കുന്നു സർ. എന്നെ നിങ്ങൾ അപമാനിക്കുക മാത്രമല്ല പ്രഹരിക്കുകയും ചെയ്തിരുന്നു. ഹലോ മിസ്റ്റർ ഫിക്സ്, ഫോഗ് ഇടപെട്ടു. ക്ഷമിക്കണം, ഇതെൻ്റെ കാര്യമാണ്, എൻ്റേത് മാത്രമാണ്. ഞാൻ സ്പേഡ് കളിക്കരുതെന്ന് പറഞ്ഞുകൊണ്ട് കേണൽ ഇന്ന് വീണ്ടും എന്നെ അപമാനിച്ചിരിക്കുന്നു. അതിൻ്റെ കാരണം അദ്ദേഹം പറഞ്ഞേ പറ്റൂ. എവിടെ എപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ അവിടെ ഞാൻ റെഡി. ആയുധവും നിങ്ങൾക്ക് തന്നെ തിരഞ്ഞെടുക്കാം. കേണൽ വെല്ലുവിളി ഏറ്റെടുത്തു. ആവുത ഫോഗിനെ പിന്തിരിപ്പിക്കാനും ഫിക്സ് പോര് തൻ്റേതാക്കി മാറ്റാനും വെറുതെ ശ്രമിച്ചുകൊണ്ടിരുന്നു. കേണലിനെ തൂക്കിയെടുത്ത് ജനാലയിലൂടെ വെളിയിലേക്കെറിയാൻ പാസ്പ്രാറ്റു മുന്നോട്ടാഞ്ഞു. പക്ഷേ ഫോഗിൽ നിന്നും ഒരു സിഗ്നൽ കണ്ടതും അയാൾ സ്വയം നിയന്ത്രിച്ചു. ഫീലിയസ് ഫോഗ് കമ്പാർട്ട്മെൻറ്റിൽ നിന്ന് പുറത്തു വന്നു. കേണലും ഫോഗിനെ പിന്തുടർന്നു. സർ, ഫോഗ് തൻ്റെ എതിരാളിയോട് പറഞ്ഞു, ഞാൻ യൂറോപ്പിലെത്താൻ ഏറെ തിടുക്കത്തിലാണ്. ഏത് ചെറിയ താമസവും എനിക്ക് ഏറെ ദോഷം ചെയ്യും. ശരി ശരി, അതിനെനിക്കെന്താ? പ്രോക്ടർ ഉറക്കെ ചോദിച്ചു. ഇപ്പോൾ തന്നെയാകട്ടെ, പിന്നീട് ഒത്തില്ലെന്ന് വരും സർ, ഫോഗ് വീണ്ടും തികഞ്ഞ മര്യാദയോടെ പറഞ്ഞു. ഇംഗ്ലണ്ടിൽ ചെന്ന് എൻ്റെ അത്യാവശ്യമായ ഒരു ബിസിനസ് പൂർത്തിയാക്കിയതിനു ശേഷം ഉടൻ തന്നെ അമേരിക്കയിൽ തിരിച്ചെത്തി നിങ്ങളെ കാണണമെന്ന് ഞാൻ തീരുമാനമെടുത്തിരുന്നു. ഇതെല്ലാം ഒരു ഒഴിഞ്ഞുമാറലാണ്. വീണ്ടും പ്രോക്ടർ സ്വരമുയർത്തി പറഞ്ഞു. ഇപ്പോഴില്ലെങ്കിൽ ഒരിക്കലും
ഇല്ല എന്ന് തന്നെയാണ് അർത്ഥം. ശരി, എങ്കിൽ നിങ്ങൾ തന്നെ പോരിനുള്ള സ്ഥലം തീരുമാനിച്ചുകൊള്ളൂ. അടുത്ത സ്റ്റേഷൻ തന്നെയാകട്ടെ. 1 മണിക്കൂറിനുള്ളിൽ ട്രെയിൻ അവിടെ എത്തും. 10 നിമിഷം അവിടെ നിർത്തും. ആ 10 നിമിഷത്തിനുള്ളിൽ ഒത്തിരി റിവോൾവർ ഷോട്ടുകൾ പരസ്പരം ഉതിർക്കാനാകും. അങ്ങനെയാകട്ടെ, ഫോഗ് പറഞ്ഞു. ഞാൻ പ്ലം ക്രീക്കിൽ ഇറങ്ങാം. നിങ്ങൾ അവിടെ തന്നെ താമസിക്കുമെന്നും ഞാൻ ഊഹിക്കുന്നു, പ്രോക്ടർ കൂട്ടിച്ചേർത്തു. ആർക്കറിയാം, ഫോഗിൻ്റെ തണുത്ത ഉത്തരം. അദ്ദേഹം തൻ്റെ സീറ്റിലേക്ക് മടങ്ങി. തെമ്മാടികളെ പേടിക്കേണ്ടതില്ലെന്ന് അദ്ദേഹം ആവതയെ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചു. പോരിൽ തൻ്റെ സഹായിയായിരിക്കാൻ ഫോഗ് ഫിക്സിനെ ക്ഷണിച്ചു. ഫിക്സിനത് നിഷേധിക്കാനാകുമായിരുന്നില്ല. വീണ്ടും അവർ നിർത്തിവെച്ച കളി തുടർന്നു. 11 മണിക്ക് ട്രെയിനിൻ്റെ ചൂളം വിളി അവർ പ്ലം ക്രീക്ക് സ്റ്റേഷനിൽ എത്തിയതായി അറിയിച്ചു. ഫോഗ് സീറ്റിൽ നിന്ന് എഴുന്നേറ്റ് പ്ലാറ്റ്ഫോമിലേക്ക് ചെന്നു. ഫിക്സും തൊട്ട് പിറകെയുണ്ടായിരുന്നു. 2 റിവോൾവറും എടുത്തുകൊണ്ട് പാസ്പ്രാറ്റുവും അവരുടെ കൂടെയുണ്ട്. വെളുത്ത് വിളറിയ ആവുത ട്രെയിനിൽ തന്നെ ഇരുന്നതേയുള്ളൂ. അടുത്ത കമ്പാർട്ട്മെൻറ്റിൻ്റെ ഡോർ തുറന്ന് കേണൽ പ്രോക്ടറും പ്ലാറ്റ്ഫോമിലേക്ക് ഇറങ്ങി. സഹായത്തിന് ഒരു യാങ്കിയും കൂടെയുണ്ടായിരുന്നു. പക്ഷേ 2 എതിരാളികളും ട്രെയിനിൽ നിന്ന് ഇറങ്ങിയ ഉടൻ കണ്ടക്ടർ ഓടി വന്ന് പറഞ്ഞു, മാന്യരെ, നിങ്ങൾക്ക് ഇറങ്ങാൻ കഴിയില്ല. എന്തുകൊണ്ടില്ല? കേണൽ ചോദിച്ചു. നമ്മൾ 20 നിമിഷം വൈകിയാണ് പോകുന്നത്. നമ്മളിവിടെ അധിക സമയം നിർത്തുന്നില്ല, ഉടൻ പോവുകയാണ്. പക്ഷേ ഞാൻ ഈ മാന്യനുമായി ഒരു ദ്വന്ദ്വയുദ്ധം നടത്താൻ പോവുകയാണ്. ഞാൻ ഖേദിക്കുന്നു, കണ്ടക്ടർ പറഞ്ഞു. ഇപ്പോൾ തന്നെ നാം പോവുകയാണ്. അതാ ബെല്ലടിച്ചു കഴിഞ്ഞു. ട്രെയിൻ പുറപ്പെട്ടു. മാന്യരെ, എനിക്ക് ശരിക്കും ഖേദമുണ്ട്, കണ്ടക്ടർ തുടർന്നു. മറ്റേത് സാഹചര്യത്തിലായിരുന്നെങ്കിലും ഞാൻ നിങ്ങളുടെ താല്പര്യത്തിന് വഴങ്ങുമായിരുന്നു. പക്ഷേ ഇവിടെ നിങ്ങൾക്ക് പോരിന് സമയമില്ലെങ്കിൽ എന്തുകൊണ്ട് പോകുന്ന വഴിയിൽ വെച്ച് നടത്തിക്കൂടാ? അത് ഈ മാന്യദേഹത്തിന് സൗകര്യപ്രദമായിരിക്കില്ല, പുച്ഛത്തോടെ കേണൽ പറഞ്ഞു. എനിക്ക് അതിനൊരു വിരോധവുമില്ല, ഫോഗ് പറഞ്ഞു. ഞങ്ങൾ ശരിക്കും അമേരിക്കയിലാണ്, പാസ്പ്രാറ്റു ആത്മകഥം ചെയ്തു. കണ്ടക്ടറാണെങ്കിൽ ഒന്നാന്തരം ഒരു മാന്യൻ. പാസ്പ്രാറ്റു ഫോഗിനെ പിന്തുടർന്നുകൊണ്ട് പറഞ്ഞു. 2 എതിരാളികളും സഹായികളും കണ്ടക്ടറും കമ്പാർട്ട്മെൻറ്റുകൾ കടന്ന് ട്രെയിനിന് പിറകുവശത്തേക്ക് നടന്നു. ഏറ്റവും പുറകിലെ ചെയർക്കാരിൽ 1 ഡസൻ യാത്രക്കാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. 2 മാന്യദേഹങ്ങൾക്ക് അവരുടെ അടിസ്ഥാനപരമായ ഒരു പ്രശ്നം പരിഹരിക്കാനുള്ളതുകൊണ്ട് ആ കാർ അല്പസമയത്തേക്ക് ഒഴിഞ്ഞു കൊടുക്കുമോ എന്ന് കണ്ടക്ടർ ഭവ്യതയോട് ചോദിച്ചു. യാത്രക്കാർ ആ അഭ്യർത്ഥന മാനിച്ച് ഉടൻ തന്നെ കാർ ഒഴിഞ്ഞു കൊടുത്തുകൊണ്ട് പുറത്തേക്ക് പോയി. 50 അടി നീളമുള്ള ആ ചെയർക്കാർ അവരുടെ ആവശ്യത്തിന് തികച്ചും പര്യാപ്തമായിരുന്നു. ഇടവഴിയിലൂടെ എതിരാളികൾക്ക് മാർച്ച് ചെയ്യാനും അവരുടെ സൗകര്യമനുസരിച്ച് പരസ്പരം വെടിവെക്കാനും അതിൽ സൗകര്യമുണ്ട്. ഫോഗും പ്രോക്ടറും ഓരോ 6 ബാരൽ റിവോൾവറുമായി കാറിനുള്ളിലേക്ക് പ്രവേശിച്ചു. പുറത്തുനിന്ന് സഹായികൾ അവരെ അകത്താക്കി ഡോറടച്ചു. ട്രെയിനിൻ്റെ അടുത്ത ചൂളം വിളിയോടെ അവർ പോര് തുടങ്ങേണ്ടിയിരിക്കുന്നു. 2 നിമിഷത്തിൻ്റെ ഇടവേളയ്ക്ക് ശേഷം ഡോർ തുറന്ന് പോരാളികളുടെ അവശിഷ്ടങ്ങൾ എന്താണോ ഉള്ളത് അത് കാറിന് പുറത്തെടുക്കും എന്നതായിരുന്നു വ്യവസ്ഥ. പുറത്തുനിന്ന ഫിക്സിനും പാസ്പ്രാറ്റുവിനും ഹൃദയം പൊട്ടിപ്പോകുമോ എന്ന് പോലും തോന്നി. അവർ ചൂളം വിളിക്കായി കാത്തുനിന്നു. ചൂളം വിളി ഉയർന്നതും അകത്തുനിന്നും വന്യമായ രോദനങ്ങളും അകമ്പടിയായി വെടിയൊച്ചകളും കേൾക്കാനായി. പക്ഷേ വെടിയൊച്ച എന്തായാലും കാറിനകത്തു നിന്നല്ല വന്നത്. ട്രെയിനിന് മുമ്പിലും ട്രെയിനിലുടനീളവും വെടിയൊച്ച തുടർന്നു. കമ്പാർട്ട്മെൻറ്റുകളിൽ നിന്ന് ദീനരോദനങ്ങൾ ഉയർന്നു. കേണൽ പ്രോക്ടറും ഫോഗും കയ്യിൽ റിവോൾവറുകളുമായി അടച്ചിട്ട ചെയർക്കാർ തള്ളി തുറന്ന് വെടിയൊച്ചയും രോദനവും കൂടുതലായി കേട്ട ഭാഗത്തേക്കോടി. സിയൂക്സുകൾ ട്രെയിൻ ആക്രമിച്ചതാണെന്ന് അവർക്ക് മനസ്സിലായി. നേരത്തെയും പല പ്രാവശ്യം അവർ ട്രെയിനുകൾ ആക്രമിച്ചിട്ടുണ്ട്. ട്രെയിൻ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഏതാണ്ട് 100ഓളം സിയൂക്സുകൾ ട്രെയിനുള്ളിലേക്ക് കടന്നു. ഓടുന്ന കുതിരപ്പുറത്ത് ചാടിക്കയറുന്ന ലാഘവത്തോടെയാണ് അവരത് സാധിച്ചത്.
സിയൂക്സിന്റെ കൈവശമുണ്ടായിരുന്ന തോക്കുകൾ ഉപയോഗിച്ചാണ് വെടിവെച്ചത്. പക്ഷേ ഭൂരിപക്ഷം യാത്രക്കാരും അവരുടെ കൈവശമുണ്ടായിരുന്ന റിവോൾവറുകൾ ഉപയോഗിച്ച് തിരിച്ചും വെടിയുതിർത്തു. സിയൂക്സുകൾ ആദ്യം എഞ്ചിനിൽ കയറി എഞ്ചിനീയറെയും സ്റ്റോക്കറെയും തോക്കിന്റെ പാത്തി കൊണ്ടടിച്ച് പാതി ബോധം കെടുത്തി. ട്രെയിൻ എങ്ങനെ നിർത്തണമെന്ന് അറിവില്ലാതിരുന്ന ഒരു സിയൂക്സ് തലവൻ സ്റ്റീം വാൽവ് അടയ്ക്കുന്നതിന് പകരം കുറെ കൂടി തുറന്നു. ട്രെയിൻ ഇരട്ടി വേഗത്തിൽ കുതിച്ചു പായാനും തുടങ്ങി. ശൗര്യം പൂണ്ട വാനരന്മാരെ പോലെ കാറുകളുടെ മുകളിൽ ചാടിക്കയറിയ സിയൂക്സുകൾ വാതിലുകൾ തള്ളി തുറന്ന് യാത്രക്കാരെ ആക്രമിച്ചു. ലഗേജുകൾ സൂക്ഷിച്ചിരുന്ന കാറിൽ നുഴഞ്ഞു കയറി അവരത് കൊള്ളയടിച്ചു. പെട്ടികൾ എടുത്ത് പുറത്തേക്കെറിഞ്ഞു. കരച്ചിലും വെടിയൊച്ചകളും തുടർന്നുകൊണ്ടേയിരുന്നു. യാത്രക്കാർ ധൈര്യപൂർവ്വം സ്വയം പ്രതിരോധിച്ചു. ആവുത തുടക്കം മുതലേ ധൈര്യപൂർവമായാണ് പെരുമാറിയത്. അവൾ ഒരു റിവോൾവർ ഉപയോഗിച്ച് ഒരു ധീരനായികയെപ്പോലെ സ്വയം പ്രതിരോധിച്ചു. ഏതെങ്കിലും ഒരു കിരാതൻ ജനാലയ്ക്കൽ പ്രത്യക്ഷപ്പെട്ടാൽ ആ ജനാലയ്ക്ക് നേരെ അവളുടെ റിവോൾവറിൽ നിന്നും വെടിയുണ്ട ചീറിപ്പാഞ്ഞു. 10 മിനിറ്റോളം നീണ്ടുനിന്ന ആ ആക്രമണത്തിന് വിരാമമിടേണ്ടത് അത്യാവശ്യമായിരുന്നു. ട്രെയിൻ നിന്നില്ലെങ്കിൽ സിയൂസുകൾ വിജയിച്ചെന്ന് വരും. ഫോർട്ട് കീർണി സ്റ്റേഷൻ 2 മൈൽ മുമ്പിലാണ്. ഒരു ബറ്റാലിയൻ പട്ടാളക്കാരുടെ താവളം അവിടെയുണ്ട്. അവിടം വിട്ടുകഴിഞ്ഞാൽ പിന്നെ ട്രെയിനിന്റെ പൂർണ്ണമായ ആധിപത്യം അടുത്ത സ്റ്റേഷൻ വരെ സിയൂസുകൾക്കായിരിക്കുമെന്ന് ഉറപ്പ്. ഫോഗിന്റെ അടുത്ത് നിന്ന് യുദ്ധം ചെയ്തിരുന്ന കണ്ടക്ടർ വെടിയേറ്റ് വീണു. 5 നിമിഷത്തിനകം ട്രെയിൻ നിർത്തിയില്ലെങ്കിൽ നമ്മൾ തോറ്റത് തന്നെ, അയാൾ വിളിച്ചു പറഞ്ഞു. അത് നിർത്തിയിരിക്കും. കാറിൽ നിന്ന് പുറത്തേക്ക് ഓടാൻ ആഞ്ഞുകൊണ്ട് ഫോഗ് മറുപടി പറഞ്ഞു. നിൽക്കൂ സർ, പാസ്പ്രാറ്റു ഫോഗിനോട് പറഞ്ഞു. ഞാൻ പോകാം. പാസ്പ്രാറ്റുവിനെ തടയാൻ സമയം കിട്ടുന്നതിന് മുമ്പ് തന്നെ ഡോർ തുറന്ന് സിയൂക്സുകൾ കാണാതെ കാറിനടിയിലേക്ക് അയാൾ നൂഴ്ന്നു കയറി. തലയ്ക്ക് മുകളിൽ വെടിയുണ്ടകൾ ചീറിപ്പാഞ്ഞു. പാസ്പ്രാറ്റു തൻ്റെ പഴയ അക്രോബാറ്റിക് സാമർഥ്യങ്ങൾ ഉപയോഗിച്ചു. അസാമാന്യമായ മെയ്വഴക്കത്തോടെ കാറുകൾക്കിടയിലൂടെ പാസ്പ്രാറ്റു മുന്നോട്ട് നീങ്ങി. ചങ്ങലകളിൽ പിടിച്ചുകൊണ്ടും ബ്രേക്കുകളിൽ താങ്ങിക്കൊടുത്തുകൊണ്ടും കാറുകൾക്കിടയിലൂടെ അതിവേഗം മുന്നോട്ട് നീങ്ങിയ പാസ്പ്രാറ്റു ട്രെയിനിൻ്റെ മുൻഭാഗത്തെത്തി. അവിടെ ബാഗേജ് കാരണം ടെൻഡറിനുമിടയിൽ ഒറ്റക്കൈയിൽ തൂങ്ങിക്കിടന്നുകൊണ്ട് അയാൾ മറുകൈയിൽ സേഫ്റ്റി ചെയിൻ അയച്ചു കൊടുത്തു. പെട്ടെന്നുണ്ടായ പിടുത്തം കാരണം യോക്കിംഗ് സ്ക്രൂ അഴിച്ചെടുക്കാനാകുമായിരുന്നില്ല. പക്ഷേ ഭാഗ്യമെന്ന് പറയട്ടെ, പെട്ടെന്നുണ്ടായ ഒറ്റ കുലുക്കത്തിൽ ആ ബാർ പുറത്തേക്ക് തള്ളി വന്നു. എഞ്ചിനിൽ നിന്ന് വേർപെട്ട ട്രെയിൻ മെല്ലെ നിന്നു. പക്ഷേ എഞ്ചിൻ വർദ്ധിത വേഗതയിൽ വീണ്ടും മുന്നോട്ട് പാഞ്ഞു. പിന്നെയും കുറെ സമയം കൂടി ട്രെയിൻ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരുന്നു. കീർണി സ്റ്റേഷനിൽ നിന്നും ഏതാണ്ട് 100 അടി പിന്നിലായി ഒടുവിൽ ട്രെയിൻ നിന്നു. വെടിയൊച്ച കേട്ട് ഫോർട്ടിലുണ്ടായിരുന്ന പട്ടാളക്കാർ പാഞ്ഞു വന്നു. സിയൂക്സുകൾ അവരെ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല. ട്രെയിൻ പൂർണ്ണമായി നിൽക്കും മുമ്പ് തന്നെ അവരെല്ലാം പട്ടാളക്കാരുടെ പിടിയിലായി കഴിഞ്ഞു. സ്റ്റേഷൻ പ്ലാറ്റ്ഫോമിൽ യാത്രക്കാർ പരസ്പരം എണ്ണി നോക്കിയപ്പോൾ പല യാത്രക്കാരെയും കാണാനില്ല. ആരുടെ ധീരമായ സമർപ്പണമാണോ അവരെ രക്ഷിച്ചത്, ആ ഫ്രഞ്ചുകാരനും കാണാതായവരുടെ കൂട്ടത്തിലുണ്ടായിരുന്നു. പാസ്പ്രാറ്റ് ഉൾപ്പെടെ 3 യാത്രക്കാരെ കാണാനില്ല. ആക്രമണത്തിൽ അവർ കൊല്ലപ്പെട്ടതാണോ? സിയൂക്സുകൾ അവരെ തടവുകാരായി പിടിച്ചതാണോ? പലർക്കും മുറിവേറ്റു. പക്ഷേ ആരുടെയും പരിക്ക് മാരകമല്ല. കൂടുതൽ മുറിവേറ്റവരിലൊരാൾ കേണൽ പ്രോക്ടറായിരുന്നു. അദ്ദേഹം ധീരതയോടെ പൊരുതി. ഒരു വെടിയുണ്ട അദ്ദേഹത്തിൻ്റെ വയറ്റിലാണ് തുളച്ചു കയറിയത്. പരിക്ക് പറ്റിയ മറ്റുള്ളവരോടൊപ്പം അദ്ദേഹത്തെയും അടിയന്തര ശുശ്രൂഷകൾ നൽകാനായി സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നു. ആവുത സുരക്ഷിതയായിരുന്നു. ആക്രമണത്തിൻ്റെ ഒത്ത നടുവിൽ നിന്ന് പൊരുതിയ ഫോഗിനാകട്ടെ ഒരു പോറൽ പോലും ഏറ്റിരുന്നില്ല. ഫിക്സിന് കൈത്തണ്ടയിൽ ഒരു ചെറിയ മുറിവ് പറ്റിയതേ ഉള്ളൂ. പക്ഷേ പാസ്പ്രാറ്റുവിനെ കാണാനില്ല. ആവുതയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ചക്രങ്ങളിലൊക്കെ രക്തക്കറ പുരണ്ടിരുന്ന ട്രെയിനിൽ നിന്നും എല്ലാ യാത്രക്കാരും പുറത്തേക്കിറങ്ങി. പുറകിൽ ട്രാക്കിൽ ചുവന്ന നാട പോലെ രക്തം വീണുകിടപ്പുണ്ട്. റിപ്പബ്ലിക്കൻ റിവറിൻ്റെ തീരത്തുകൂടി അവസാനത്തെ സിയൂക്സും അപ്രത്യക്ഷനായി കഴിഞ്ഞു.
കൈകൾ കൂട്ടിപ്പിടിച്ചുകൊണ്ട് ഫോഗ് നിശബ്ദനായിരുന്നു. ഞാൻ അയാളെ കണ്ടുപിടിക്കും, ജീവനോടെയാണെങ്കിലും അല്ലെങ്കിലും, ഫോഗ് ആവതയോടെയായി പറഞ്ഞു. ഹാ മിസ്റ്റർ ഫോഗ്. കരഞ്ഞുകൊണ്ടവൾ അദ്ദേഹത്തിൻ്റെ കരങ്ങൾ പിടിച്ചു. ജീവനോടെ തന്നെ സാധിക്കും, പക്ഷേ ഒരു നിമിഷം പോലും കളയാനില്ല, ഫോഗ് പറഞ്ഞു. ഈ തീരുമാനത്തോടെ ഫോഗ് സ്വയം ത്യാഗം ചെയ്യുകയാണ്. ഒരൊറ്റ ദിവസത്തെ കാലവിളംബം പോലും ന്യൂയോർക്കിൽ നിന്നുള്ള കപ്പൽ നഷ്ടപ്പെടാനിടയാക്കും. പന്തയത്തിൽ അദ്ദേഹം പരാജയപ്പെടുകയും ചെയ്യും. പക്ഷേ അദ്ദേഹം ചിന്തിച്ചത് ഇങ്ങനെയാണ്: ഇതെൻ്റെ കടമ. അതോടെ സംശയങ്ങൾ വഴിമാറി. ഫോർട്ട് പീർണിയിലെ കമാൻഡിംഗ് ഓഫീസർ അന്വേഷണത്തിനെതിരായിരുന്നു. തൻ്റെ കൂടെയുള്ള 100 പട്ടാളക്കാരുമായി തനിക്ക് സ്റ്റേഷൻ കാക്കേണ്ടതുണ്ടെന്നായിരുന്നു അയാളുടെ ന്യായം. ആ പാവം മനുഷ്യനെ അയാളുടെ വിധിക്ക് വിട്ടുകൊടുക്കണമെന്നാണോ നിങ്ങൾ പറയുന്നത്? ഈ നിൽക്കുന്ന ഓരോ യാത്രക്കാരും തൻ്റെ ജീവന് ആ മനുഷ്യനോട് കടപ്പെട്ടിരിക്കുകയാണ്. എന്തായാലും ഞാൻ പോവുക തന്നെയാണ്. ഇല്ല സർ, നിങ്ങൾ തനിച്ചല്ല പോകുന്നത്, വികാരഭരിതനായി പോയ ക്യാപ്റ്റൻ വിളിച്ചു പറഞ്ഞു. നിങ്ങൾ ഒരു ധീരനായ മനുഷ്യനാണ്. 30 വളണ്ടിയർമാർ വേഗം വരൂ. സൈനികരുടെ നേരെ തിരിഞ്ഞുകൊണ്ട് അദ്ദേഹം പറഞ്ഞു. കമ്പനി ഒന്നാകെ മുന്നോട്ട് വന്നു. അവരിൽ നിന്നും 30 പേരെ ക്യാപ്റ്റൻ തിരഞ്ഞെടുത്തു. പ്രായമുള്ള ഒരു സാർജന്റിനെ അവരുടെ തലവനുമാക്കി. വളരെ നന്ദി ക്യാപ്റ്റൻ, ഫോഗ് പറഞ്ഞു. ഞാനും താങ്കളുടെ കൂടെ വരട്ടെ, ഫിക്സ് ചോദിച്ചു. നിങ്ങൾക്കിഷ്ടമുണ്ടെങ്കിൽ ആവട്ടെ സർ, പക്ഷേ വിരോധമില്ലെങ്കിൽ താങ്കൾ ആവതിയുടെ കൂടെ ഇവിടെ നിൽക്കുന്നതാണ് എനിക്കിഷ്ടം. ഇനി അഥവാ എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ? ഫിക്സ് ഒരു നിമിഷം ഫോഗിനെ തുറച്ചു നോക്കി. തൻ്റെ സംശയങ്ങൾക്കും മനസ്സംഘർഷങ്ങൾക്കുമിടയിലും ഫോഗിൻ്റെ ശാന്തവും സത്യസന്ധവുമായ കണ്ണുകൾക്ക് മുന്നിൽ ഫിക്സിൻ്റെ കണ്ണുകൾ താണു. ഞാൻ ഇവിടെ നിൽക്കാം. ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ആവതിയുടെ കൈ പിടിച്ചമർത്തിയതിനു ശേഷം തൻ്റെ കാർപ്പറ്റ് ബാഗ് അവളുടെ കയ്യിലേൽപ്പിച്ചിട്ട് സാർജന്റിൻ്റെയും സ്ക്വാഡിൻ്റെയും കൂടെ ഫോഗ് യാത്രയായി. പുറപ്പെടും മുമ്പ് അദ്ദേഹം സ്ക്വാഡ് അംഗങ്ങളോട് പറഞ്ഞു, തടവുകാരെ രക്ഷിക്കാൻ നമുക്ക് കഴിഞ്ഞാൽ $5000 ഞാൻ നിങ്ങൾക്ക് സമ്മാനമായി തരാം. അപ്പോൾ സമയം ഉച്ച കഴിഞ്ഞിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. വിശ്രമമുറിയിലെത്തി ആവുത കാത്തിരിപ്പ് തുടങ്ങി. ഫോഗിൻ്റെ ശാന്തമായ ധൈര്യത്തെയും ലളിതവും കുലീനവുമായ മഹാമനസ്കതയും പറ്റി അവൾ ചിന്തിച്ചുകൊണ്ടിരുന്നു. അദ്ദേഹം തൻ്റെ സ്വത്തുക്കളെല്ലാം ത്യജിച്ചു കഴിഞ്ഞു. ഇപ്പോൾ തൻ്റെ കടമ നിർവഹിക്കാൻ സ്വന്തം ജീവനും കൂടി പണയപ്പെടുത്തുകയാണ്. ഉച്ച കഴിഞ്ഞ് 2 മണിയായപ്പോൾ കനത്ത മഞ്ഞ് പെയ്തുകൊണ്ടിരിക്കെ കിഴക്ക് നിന്നും നീണ്ട ചൂളംവിളി കേൾക്കാനായി. ട്രെയിനിൽ നിന്ന് വേർപെട്ടു പോയ എഞ്ചിൻ കാതടപ്പിക്കുന്ന ചൂളംവിളിയോടെ സാവധാനം മടങ്ങി വരികയാണ്. ബോധം പോയ എഞ്ചിനീയറെയും സ്റ്റോക്കറേയും വഹിച്ചുകൊണ്ട് അത് അനേക മൈലുകൾ ഓടി അവസാനം കൽക്കരി ഇല്ലാതായപ്പോൾ തീയുടെ ശക്തി കുറഞ്ഞാണ് നിന്നത്. അല്പസമയം കഴിഞ്ഞപ്പോൾ എഞ്ചിനീയർക്കും സ്റ്റോക്കറിനും ബോധം തെളിഞ്ഞു. അപ്പോഴേക്കും ട്രെയിൻ നിന്നിരുന്നു. കാറുകളില്ലാതെ എഞ്ചിൻ മാത്രം വിജനമായ പ്രദേശത്ത് നിൽക്കുന്നത് കണ്ട എഞ്ചിനീയർക്ക് കാര്യം മനസ്സിലായി. എങ്ങനെയാണ് കാറുകൾ വിട്ടുപോയതെന്ന് അദ്ദേഹത്തിന് പക്ഷെ മനസ്സിലായില്ല. മുന്നോട്ട് ഒമാഹയിലേക്ക് പോകാനായിരുന്നു എഞ്ചിനീയറുടെ തീരുമാനം. ട്രെയിൻ കിടക്കുന്നിടത്തേക്ക് തിരിച്ചു ചെല്ലുന്നത് സുരക്ഷിതമായിരിക്കില്ലെന്ന് അയാൾ കണക്കുകൂട്ടി. സിയുക്സുകൾ ഒരുപക്ഷെ അപ്പോഴും കൊള്ളയടിക്കൽ തുടരുകയായിരിക്കും. എന്നിട്ടും അയാൾ ഫർണസ് കത്തിക്കുകയും തിരികെ ഫോർട്ട് കീർണിലേക്ക് തിരിക്കുകയും ചെയ്തു. ട്രെയിനിൻ്റെ മുമ്പിൽ വീണ്ടും എഞ്ചിൻ കൊളുത്തിക്കണ്ട യാത്രക്കാർക്ക് ആശ്വാസമായി. നഷ്ടപ്പെട്ട യാത്ര ഇനി തുടരാം. എഞ്ചിൻ തിരികെ വരുന്നത് കണ്ട ആവുത വിശ്രമമുറിക്ക് പുറത്തേക്ക് വന്നു. എന്നിട്ട് കണ്ടക്ടറോട് ചോദിച്ചു, നിങ്ങൾ പുറപ്പെടാൻ തുടങ്ങുകയാണോ? ഉടനെ തന്നെ മാഡം. പക്ഷേ തടവുകാരാക്കപ്പെട്ട നമ്മുടെ സഹയാത്രികർ? എനിക്ക് യാത്ര തടസ്സപ്പെടുത്താനാകില്ല. ഇപ്പോൾ തന്നെ നമ്മൾ 3 മണിക്കൂർ വൈകിയാണ്. സാൻ ഫ്രാൻസിസ്കോയിൽ നിന്ന് ഇതുവഴി അടുത്ത ട്രെയിൻ എപ്പോഴാണ്? നാളെ വൈകുന്നേരം മാഡം. നാളെ വൈകുന്നേരമോ? അത് വളരെ താമസിച്ചാണല്ലോ. നമ്മൾ കാത്തു നിന്നേ പറ്റൂ. അത് അസാധ്യമാണ്, കണ്ടക്ടർ പറഞ്ഞു. മാഡം, താങ്കൾ പോകുന്നുണ്ടെങ്കിൽ ദയവായി അകത്തേക്ക് കയറൂ. ഞാൻ പോകുന്നില്ല.
ഫിക്സ് ഈ സംഭാഷണം കേട്ടു. ഏത് വിധേനയും അവിടെ നിന്ന് പോകാൻ ആഗ്രഹിച്ച ഫിക്സിന്റെ മനസ്സിനെ എന്തോ പുറകിലേക്ക് വലിച്ചു. ഇതിനിടെ യാത്രക്കാരും മുറിവേറ്റ ചിലരും ട്രെയിനിൽ സ്ഥാനം പിടിച്ചു. കേണൽ പ്രോക്ടറും അക്കൂട്ടത്തിലുണ്ടായിരുന്നു. ട്രെയിൻ ചൂളം വിളിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങി അപ്രത്യക്ഷമായി. ഫിക്സ് പോയില്ല. മണിക്കൂറുകൾ കഴിഞ്ഞു. അന്തരീക്ഷസ്ഥിതി മോശമായി കൊണ്ടിരുന്നു. തണുപ്പേറി വന്നു. ഫിക്സ് നിശ്ചലനായി സ്റ്റേഷനിലെ ഒരു ബെഞ്ചിലിരുന്നു. പല പ്രാവശ്യം പുറത്തു വന്ന ആവുത കൊടുങ്കാറ്റിനെ വകവയ്ക്കാതെ പ്ലാറ്റ്ഫോമിന്റെ അറ്റം വരെ പോയി തിരികെ വിശ്രമമുറിയിലേക്ക് വന്നുകൊണ്ടിരുന്നു. പക്ഷേ ആരെയും കാണാനുണ്ടായിരുന്നില്ല. വൈകുന്നേരമായി. പോയവർ ഇനിയും വന്നിട്ടില്ല. കോട്ടയുടെ കമാൻഡറും ആകാംക്ഷഭരിതനായിരുന്നു. രാത്രിയായപ്പോൾ തണുപ്പിന്റെ കാഠിന്യം വർദ്ധിച്ചു വന്നു. ആവുത തൻ്റെ പോക്കും വരവും തുടർന്നുകൊണ്ടിരുന്നു. രാത്രി കഴിഞ്ഞു. പ്രഭാതത്തിൽ 7 മണിയായി. ആശങ്കാകുലനായ ക്യാപ്റ്റന് എന്തു ചെയ്യണമെന്നറിയില്ലായിരുന്നു. തൻ്റെ ലഫ്റ്റനന്റുമാരിൽ ഒരാളെ വിളിച്ച് ഒരന്വേഷണത്തിന് ഓർഡറിടാൻ തുടങ്ങിയതും ദൂരെ ഒരു വെടിയൊച്ച കേൾക്കാനായി. പട്ടാളക്കാർ പുറത്തേക്ക് പാഞ്ഞു വന്നു. 1/2 മൈൽ ദൂരെ നിന്ന് ഒരു ചെറു സംഘം നീങ്ങി വരുന്നത് അവർ കണ്ടു. അവരുടെ മുമ്പിൽ ഫോഗുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ തൊട്ട് പിന്നിൽ പാസ്പ്രാറ്റുവും കാണാതായ മറ്റ് 2 യാത്രക്കാരുമുണ്ടായിരുന്നു. ഫോർട്ട് കീർണിക്കും 10 മൈൽ തെക്കായി അവർ സിയൂക്സുകളെ കാണുകയും അവരുമായി ഏറ്റുമുട്ടുകയും ചെയ്തു. ഫോഗും സംഘവും എത്തുന്നതിന് തൊട്ട് മുമ്പ് പാസ്പ്രാറ്റു അവരുമായി കൊമ്പ് കോർത്തിരുന്നു. തൻ്റെ മുഷ്ടി ഉപയോഗിച്ച് 3 പേരെ പാസ്പ്രാറ്റു താഴെയിട്ടപ്പോഴേക്കും ഫോഗും സൈനികരും എത്തി. സന്തോഷ കണ്ണീരോടെയാണ് അവർ സ്വീകരിക്കപ്പെട്ടത്. സൈനികർക്ക് വാഗ്ദാനം ചെയ്തിരുന്ന $5000 അപ്പോൾ തന്നെ ഫോഗ് അവർക്ക് നൽകി. ഒന്നും പറയാതെ നിന്ന ഫിക്സ് ഫോഗിനെ നോക്കി. അയാളുടെ മനസ്സിലൂടെ ആ സമയം കടന്നുപോയ വികാര വിചാരങ്ങൾ മനസ്സിലാക്കുക വിഷമകരമായിരുന്നു. ആവുതയാകട്ടെ ഫോഗിന്റെ കരം തൻ്റെ കയ്യിലെടുത്ത് അമർത്തുക മാത്രം ചെയ്തു. പാസ്പ്രാറ്റു ചുറ്റും നോക്കി ചോദിച്ചു, എവിടെ നമ്മുടെ ട്രെയിൻ? പോയി കഴിഞ്ഞു, ഫിക്സ് പറഞ്ഞു. അടുത്ത ട്രെയിനോ? ഫോഗ് ചോദിച്ചു. ഇന്ന് വൈകുന്നേരത്തിന് മുമ്പില്ല. ഹാ. നിസ്സംഗനായ അദ്ദേഹം ശാന്തമായി പ്രതിവദിച്ചു. എറൗണ്ട് ദ വേൾഡ് ഇൻ 80 ഡേയ്സ് എന്ന നോവലിൻ്റെ 4ാം ഭാഗം എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായി എന്നു തന്നെ കരുതുന്നു. അടുത്ത തവണ ഞാൻ എത്തും വരെ എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.